ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ കളർ ഓഫ് ഡെത്ത്, അധ്യായം 21. കാളിച്ചരൺ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. ഗേറ്റിന് മുകളിലും ഗാർഡനിലുമെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. കലിംഗറാവുവിൻ്റെ നായ്ക്കൾ പാഞ്ഞു വരുന്നു, യുദ്ധഭൂമിയിലെ കാലാൾപ്പട പോലെ. വെളിച്ചമടിച്ച് അവയുടെ കണ്ണുകൾ പിശാചുക്കളുടേതുപോലെ തോന്നിച്ചു. എന്നാൽ ഒറ്റ നായ പോലും കുരയ്ക്കുന്നില്ല. ഹോ! കാളിയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. മണിക്കുട്ടൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സാധാരണ കാഴ്ച എന്ന ഭാവം. നിമിഷത്തിനുള്ളിൽ നായ്ക്കൾ ചെറുപ്പക്കാരനെ വളഞ്ഞു. റാവു സാബ്, അവൻ അലറിക്കരഞ്ഞു. കലിംഗറാവു അട്ടഹസിച്ചു. എൻ്റെ ലോറി തട്ടിയെടുത്തവനെ ഞാൻ പിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോടാ? നിന്നോടിവൾ പോകാൻ പറഞ്ഞത് നിന്റെ വീട്ടിലേക്കല്ല, അങ്ങ് നരകത്തിലേക്കാ. ഞെട്ടലോടെ കാളിച്ചരണും മണിക്കുട്ടനും പരസ്പരം നോക്കി. കലിംഗറാവുവിൻ്റെ ഭാര്യ പുച്ഛഭാവത്തിൽ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് നായ്ക്കളോട് കൽപ്പിച്ചു, ക്യാച്ച് ഹിം. അടുത്ത നിമിഷം കുരച്ചുകൊണ്ട് നായ്ക്കൾ ചെറുപ്പക്കാരൻ്റെ നേരെ കുതിച്ചു. വേണ്ട സാബ്. ചെറുപ്പക്കാരൻ്റെ വിലാപം പകുതിക്ക് മുറിഞ്ഞു. നായ്ക്കൾ അവനുമായി തറയിലേക്ക് മറിഞ്ഞു. ഡിസ്കവറി ചാനലിൽ കടുവകൾ മാനിനെ വേട്ടയാടുന്ന ദൃശ്യം പോലെ. അലറിപ്പിടയിലും നായ്ക്കളുടെ ഒച്ചയും. അവൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം നായ്ക്കൾ കടിച്ചു വലിക്കുകയാണ്, വിരലുകളിൽ വരെ. അത് സഹിക്കാൻ പറ്റാത്തതുപോലെ മണിക്കുട്ടൻ്റെ പിടിവിടുവിച്ച് കാളി മുന്നോട്ട് പാഞ്ഞു. എടാ വേണ്ട. മണിക്കുട്ടൻ്റെ ശബ്ദം അവൻ ശ്രദ്ധിച്ചില്ല. തൻ്റെ ജീപ്പിനടുത്തെത്തിയ കാളി ജാക്കി ലീവർ വലിച്ചെടുത്തു. പിന്നെ വീറോടെ വെട്ടിത്തിരിഞ്ഞു. ചെറുപ്പക്കാരനെ കാണാനേയില്ല. കാണുന്നത് നായ്ക്കളുടെ പിൻഭാഗം മാത്രം. ഭക്ഷണപദാർത്ഥത്തെ ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുന്നത് പോലെ. ഒരു കാട്ടുമൃഗത്തെപ്പോലെ അലറിക്കൊണ്ട് കാളി അവിടേക്ക് കുതിച്ചു. അവൻ്റെ കയ്യിൽ ജാക്കി ലീവർ പമ്പരം പോലെ കറങ്ങി. നായ്ക്കളുടെ മോങ്ങൽ. നിമിഷത്തിനുള്ളിൽ നായ്ക്കൾ അടിയേറ്റ് ചിതറി. രണ്ടെണ്ണം കാലൊടിഞ്ഞതുപോലെ നിലത്തുകൂടി ഇഴഞ്ഞു. എടാ! കലിംഗറാവുവും കുരങ്ങ് കൃഷ്ണയും ഒരേ നേരത്ത് ഒച്ചയുയർത്തി. അതും ശ്രദ്ധിച്ചില്ല കാളി. പ്രാണനു വേണ്ടി പിടയുന്ന ചെറുപ്പക്കാരനിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. ചെറുപ്പക്കാരൻ്റെ വസ്ത്രങ്ങൾ പിച്ചു ചീന്തിയിരുന്നു. മുറിയാത്ത ഒരിഞ്ച് പോലും ശരീരത്തിലില്ല. മൂക്ക് കാണാനില്ല. ചുണ്ടുകളും. കാളിച്ചരണിന് സങ്കടം തോന്നി. ചെറുപ്പക്കാരൻ്റെ ശരീരത്തിന് പിടയാനുള്ള ശക്തി പോലും നഷ്ടമായിരുന്നു. നിസ്സഹായ അവസ്ഥ കൊണ്ട് അരുതാത്ത കാര്യം ചെയ്യേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു വീടിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരിക്കാം ഇവൻ. ഒരു പക്ഷേ ദാരിദ്ര്യം കൊണ്ടായിരിക്കും ഇവനത് ചെയ്തു പോയത്. അതല്ലെങ്കിൽ കുടുംബത്തിലെ ആരുടെയെങ്കിലും അത്യാവശ്യ ചികിത്സയ്ക്ക് വേണ്ടി. അല്ലാതെ പണക്കാരനാവാൻ വേണ്ടി ഒരാളും കലിംഗറാവുവിൻ്റെ ലോറി തട്ടിയെടുക്കില്ല. ചെറുപ്പക്കാരനിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു. ദുർബലമായ ഒരൊച്ച. അത് കേട്ടപ്പോൾ ചുറ്റിനും വൃത്തം തീർത്തു നിന്നിരുന്ന നായ്ക്കൾ മുറുമുറുത്തു. കാളിച്ചരൺ പല്ലിഞ്ഞറമിക്കൊണ്ട് ജാക്കി ലിവർ വീശി. ഇനി നീയൊക്കെ അടുത്താൽ 10 എണ്ണത്തിൻ്റെയെങ്കിലും തലമണ്ട അടിച്ചു പൊളിക്കും ഞാൻ. കാളിച്ചരൺ, മാറട അങ്ങോട്ട്. പെട്ടെന്ന് രംഗ ഓടി വന്നു. എന്തിന്? കാളിയുടെ കണ്ണുകൾ കത്തി. ഈ കിടക്കുന്നത് ഒരു മനുഷ്യനാ. നിങ്ങൾക്കിവനെ കൊല്ലണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് അതങ്ങ് ചെയ്യുക. അല്ലാതെ ഇത്രയും ക്രൂരമായിട്ട്. കാളി തല കുടഞ്ഞു. ഇങ്ങനെ ചെയ്യാൻ മാത്രം വലിയ തെറ്റാണോ ഇവൻ ചെയ്തത്? ലോറിയും സാധനങ്ങളും തിരിച്ചു കിട്ടിയില്ലേ നിങ്ങൾക്ക്? പിന്നെ ഇവനെ പോലീസിൽ ഏൽപ്പിച്ചുകൂടായിരുന്നോ? രംഗ പുച്ഛിച്ചു ചിരിച്ചു. തെറ്റും ശരിയും തീരുമാനിക്കാൻ നീ ആരാടാ? ഇവിടുത്തെ ശരി റാവു സാബിൻ്റെ തീരുമാനം മാത്രമാ. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാ നീ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. കാളിച്ചരൺ കലിംഗറാവുവിൻ്റെ നേരെ തിരിഞ്ഞു. ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ സഹായം വേണ്ട. ഇപ്പോൾ തന്നെ ഞങ്ങൾ പോവുകയാ. പക്ഷെ ഒന്നുണ്ട്. ഒന്ന് നിർത്തി. തറയിൽ കിടക്കുന്ന യുവാവിനെ നോക്കിയിട്ട് കാളി തുടർന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരനുമുണ്ടാവും എൻ്റെ കൂടെ. ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ലാവും ഇവൻ. ഒരു ലോറി സവാള നിങ്ങൾക്കിനിയും വാങ്ങാൻ സാബ്. പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമോ? കലിംഗറാവുവും മറ്റുള്ളവരും കൗതുകത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. കാളിയുടെ നാവിൽ നിന്ന് വീണ്ടും അക്ഷരങ്ങൾ അടർന്നു. ആരെങ്കിലും ഒരു പച്ചിരുമ്പ് പള്ളയ്ക്ക് കയറ്റിയാൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം ചിന്തിക്കണോ സാബ്? ഏതു കോട്ടയ്ക്ക് മുകളിൽ ഒളിച്ചിരുന്നാലും എത്ര അംഗരക്ഷകരുടെ പിൻബലമുണ്ടായാലും നമ്മളെ കൊല്ലാൻ ഒരുത്തൻ തീരുമാനിച്ചിറങ്ങിയാൽ അവനെ തടയാൻ കഴിയില്ല സാബ്. മതിയട പ്രസംഗിച്ചത്. രംഗ അവനെ പിടിച്ചു തള്ളി. കാളിക്ക് ദേഷ്യം വന്നു. അവൻ ജാക്കി ലിവർ ഇടം കൈയിലേക്ക് മാറ്റി. ശേഷം വലതുകൈ ചുരുട്ടി ഒറ്റയിടി. ഹോ! പിന്നോട്ടൊന്നു വേച്ചിട്ട് രംഗ വായ തുറന്നപ്പോൾ മുൻനിരയിൽ ഏതാനും പല്ലുകൾ ഉണ്ടായിരുന്നില്ല. ചുണ്ടുകൾ നടുവെ പിളർന്നിരുന്നു. അവൻ തുപ്പിയത് കട്ടച്ചോരയും 4 പല്ലുകളും. സർവരും കിടുങ്ങി. അതുവരെ മരവിച്ച മട്ടിൽ നിന്നിരുന്ന മണിക്കുട്ടൻ വേഗം കാളിയുടെ അരികിൽ ഓടിയെത്തി. കുരങ്ങ് കൃഷ്ണയും സംഘവും ഇരുവരെയും വളഞ്ഞു.
ഇവിടെ വന്ന് സാബിനെ ധിക്കരിച്ച് നിനക്കൊക്കെ ജീവനോടെ മടങ്ങാമെന്ന് തോന്നുന്നുണ്ടോടാ? കുരങ്ങ് പല്ലിളിച്ചു. കാളി ശിരസ് വെട്ടിച്ചു. മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമാണെന്ന് തീരുമാനിച്ച് ഞാനങ്ങ് രക്ഷപ്പെടും. എത്ര എണ്ണത്തിനെ വീഴ്ത്തിയിട്ടായാലും. അവൻ്റെ കൈകളിലെ പേശികൾ മുറുകി. പെട്ടെന്ന് തറയിൽ കിടന്ന ചെറുപ്പക്കാരൻ ഒന്ന് പിടഞ്ഞു. അവൻ്റെ ശിരസ് ഒരു വശത്തേക്ക് ചരിഞ്ഞു തീർന്നു. കാളിക്ക് ഉറപ്പായി. ചെറുപ്പക്കാരൻ്റെ കഴുത്തിലൂടെ കൊഴുത്ത രക്തം പതച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഗോ ബാക്ക്. കലിംഗ റാവു നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. അവ തിരിഞ്ഞോടി. റാവു പറഞ്ഞു. അവൻ്റെ ദേഹത്തോട് യാത്ര പറഞ്ഞു. ഇനി എന്തിന് കാളിയെ തടഞ്ഞു നിർത്തണം? അവൻ നമ്മുടെ അതിഥിയാണ്. കുരങ്ങും സംഘവും പകയടക്കാൻ പാടുപെട്ടുകൊണ്ട് പിന്നോട്ട് മാറി. കാളി കലിംഗ റാവുവിനെ അറിയിച്ചു. ഇത് താങ്കൾ കാണിക്കുന്ന ഔദാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ ഇവരുമായി ഞാൻ ഏറ്റുമുട്ടാം. പക്ഷേ കുറച്ചെണ്ണത്തിനെയും കൊണ്ടേ ഞാൻ പരലോകത്തേക്ക് പോകൂ. കലിംഗ റാവു ചിരിച്ചു. നീ പറഞ്ഞതുപോലെ ഞാൻ കരുതിയിട്ടില്ല. പിന്നെ നിന്റെ ഈ ധൈര്യം, വേഗത, മിടുക്ക് അതൊക്കെ എനിക്കിഷ്ടമായി. പൊയ്ക്കോ, റൂമിൽ പോയി വിശ്രമിക്കുക. കാളിയും മണിക്കുട്ടനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. പിന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു നടന്നു. രംഗ ഭീതിയോടും പകയോടും കാളിയെ തന്നെ നോക്കി നിന്നു. കാളിയും മണിക്കുട്ടനും ഗസ്റ്റ് ഹൗസിലേക്ക് കയറുന്നത് കണ്ട് കലിംഗ റാവു പല്ലുഞെരിച്ചു. കുരങ്ങേ, അഗ്നിയാണവൻ. സൂക്ഷിക്കണം. ഭയമെന്തെന്ന് അവനറിയില്ല. അത്തരക്കാരെ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. കുരങ്ങ് കൃഷ്ണ തലയാട്ടി. സാബു വിലക്കിയിട്ട്. അല്ലെങ്കിൽ ഞാൻ അവനെ. കലിംഗ റാവു പരിഹസിച്ചു. ഞാൻ വിലക്കിയത് അവനെ രക്ഷിക്കാനല്ല, നിനക്കൊക്കെ വേണ്ടിയാ. വിളറിപ്പോയി കുരങ്ങ്. പല്ലുകൾ പോയ രംഗ നിസ്സഹായനായി നിന്നു. കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു തുടങ്ങി. വല്ലാത്തൊരു ശബ്ദത്തിൽ പനയോലകൾ ഇളകി. മാനത്ത് മഴമേഘങ്ങൾ ഖനീഭവിച്ചു കിടന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം മൂലം മഴ തകർക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. അല്ലെങ്കിൽ മിക്കവാറും വരണ്ട കാലാവസ്ഥയാണ് കോളാറിൽ. പോർച്ചെവിയൻ്റെ വീട് ഇരുളിൽ അമർന്നു കിടന്നു. ഇടവഴിയിലൂടെ ഇരുൾക്കട്ടയായി നടന്നു വന്ന ഒരാൾ പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് തിണ്ണയിലേക്ക് കയറി. അയാൾ വാതിലിൽ മെല്ലെ മുട്ടി. ആരാ? ഇത്തിരി കഴിഞ്ഞപ്പോൾ ജാനകിയുടെ ശബ്ദം. വാതിൽ തുറക്കുമോളെ, പുറത്തു നിന്നയാൾ പറഞ്ഞു. ആരാണെന്നല്ലേ ചോദിച്ചത്? അവളുടെ ശബ്ദത്തിന് മൂർച്ചയേറി. അച്ഛനില്ലേ അകത്ത്? ഉണ്ട്. നിങ്ങൾ ആരാണെന്ന് പറയൂ. നേരിൽ കണ്ടറിയുന്നതാ നല്ലത്. പെട്ടെന്ന് അകത്തെ ലൈറ്റ് തെളിഞ്ഞു. പുറത്തേയും. വാതിൽ അല്പം തുറക്കപ്പെട്ടു. അതുവഴി തീക്ഷ്ണമായ 2 കണ്ണുകൾ പുറത്തുനിന്ന മനുഷ്യൻ കണ്ടു. പോർച്ചെവിയൻ. ആരാ? വീണ്ടും ഉയർന്നത് ജാനകിയുടെ ശബ്ദമാണ്. മോളെ. പുറത്തു നിന്നിരുന്ന മനുഷ്യൻ വിതുമ്പി. പോർച്ചെവിയൻ്റെ ഉടൽ ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ ഒന്നുലഞ്ഞു. അയാൾ പെട്ടെന്ന് വാതിൽ മുഴുവനായി തുറന്നു. ആ കയ്യിൽ നാരായി കത്തിയിരിക്കുന്നത് ആഗതൻ കണ്ടു. അച്ഛാ, ആർദ്രസ്വരത്തിൽ അയാൾ വിളിച്ചു. ഭഗവതിയപ്പൻ. അവിശ്വസനീയതയോടെ പോർച്ചെവിയൻ്റെ മനസ്സ് മന്ത്രിച്ചു. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഭഗവതിയപ്പൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോർച്ചെവിയനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പയുടെ നാവ് മുറിച്ചില്ലേ? തറയിലിരുന്ന ജാനകി ചോദിച്ചു. പിന്നെങ്ങനാ അപ്പം മിണ്ടുന്നത്? തലയിലൂടെ ഒരു മിന്നൽ പൊളിഞ്ഞിറങ്ങുന്നതുപോലെ ഭഗവതിയപ്പൻ വിറച്ചു. ആരാണച്ച? അയാൾ പോർച്ചെവിയനെ പിടിച്ചുലച്ചു. വൃദ്ധൻ്റെ കണ്ണുകളിൽ നനവിൻ്റെ തിളക്കം. അതുമാത്രം അപ്പൻ പറഞ്ഞിട്ടില്ല. അയാളെ കൊല്ലാൻ വേണ്ടിയ അപ്പൻ നാരായ കത്തിയും സൈനൈഡുമായി നടക്കുന്നത്. ജാനകി അറിയിച്ചു. ഭഗവതിയപ്പൻ പോർച്ചെവിയനെ വിട്ട് താഴേക്ക് കൈനീട്ടി. പിന്നെ ജാനകിയെ വാരിയെടുത്തു. മോളെ, അയാൾ വിതുമ്പി. എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അവൾ തലയാട്ടി. അന്ന് നിനക്ക് 4-5 വയസ്സേ ഉള്ളൂ. അയാൾ അവളുടെ കവിളുകളിലും നെറ്റിയിലുമൊക്കെ മാറി മാറി ചുണ്ടമർത്തി. ആ മനസ്സിൽ നീളമുള്ള ഇരുൾ ചതുരം കണക്കെ പാഞ്ഞു പോകുന്ന ഒറ്റക്കണ്ണൻ ട്രെയിനിൻ്റെ ചിത്രം തെളിഞ്ഞു. തൻ്റെ തോളിൽ നിന്ന് തെറിച്ച് ജാനകി പാളത്തിൽ. ആ ക്ഷണം ട്രെയിൻ കടന്നുപോയി. ഞാൻ നിന്റെ അച്ഛനാണ് മോളെ. ഭഗവതി അപ്പൻ്റെ ശബ്ദം ചിലമ്പിച്ചു. പല നാവിൽ നിന്നും അച്ഛൻ്റെ പേര് താൻ കേട്ടിട്ടുണ്ടല്ലോ എന്നവൾ ഓർത്തു. ഭഗവതി, അപ്പൻ, അച്ഛൻ. അവൾക്ക് വിശ്വസിക്കാനായില്ല. മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവതിയപ്പൻ പഴയ കസേരയിലിരുന്നു. പോർച്ചെവിയൻ പുറത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് പെട്ടെന്ന് വാതിലടച്ചു. അവിടുത്തെ ലൈറ്റ് മണച്ചു. പിന്നെ ഭഗവതിയപ്പനെ നോക്കി ആംഗ്യരൂപത്തിൽ എന്തോ തിരക്കി. അയാൾക്കത് മനസ്സിലായില്ല. അച്ഛൻ്റെ മടിയിൽ ചുരുണ്ടുകൂടി ഇരുന്നു കൊണ്ട് ജാനകി പറഞ്ഞു. അപ്പൻ എന്തു ചോദിച്ചാലും എനിക്ക് അത് മനസ്സിലാകൂ. മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഞാനാ. അപ്പൻ്റെ നാവ ഞാൻ. ഭഗവതിയപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എങ്കിൽ മോള് പറ, അച്ഛൻ എന്താ ചോദിച്ചത്? അവർ കൈവിരൽ കൊണ്ട് അച്ഛൻ്റെ നെഞ്ചിൽ കുത്തി. ഇത്രയും കാലം എവിടെയായിരുന്നെന്ന്. അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടച്ച. ഭഗവതിയപ്പൻ മന്ത്രിച്ചു.
അന്ന് ട്രെയിനിന് മുന്നിൽ ഞാനും ഇവളും ശിവകാമിയുമെല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത്. അച്ഛനെ അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ രക്ഷപ്പെട്ടോളാൻ അച്ഛനല്ലേ പറഞ്ഞത്. അച്ഛനെ അവർ കൊല്ലത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ഖനിയിലേക്കുള്ള രഹസ്യവഴി അച്ഛൻ്റെ നാവിൽ നിന്ന് അവർക്കറിയണമായിരുന്നല്ലോ. കണ്ടിരുന്നെങ്കിൽ എന്നെ അവർ തീർത്തേനെ. ആ രംഗം മുന്നിൽ കണ്ട് ശ്വാസം മുട്ടുന്നതുപോലെ ഭഗവതി അപ്പൻ ഒന്ന് നിർത്തി. പക്ഷേ എല്ലാവരും ചത്തുകഴിഞ്ഞാൽ ഇതിനൊക്കെ ആര് കണക്ക് ചോദിക്കും? അതുകൊണ്ടുകൂടിയ അന്ന് ഞാൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചത്. ഇതുപോലെ എനിക്ക് തിരിച്ചു വരണമായിരുന്നു. കോളാറിനെ കാർന്നു തിന്നുന്ന ജീവികളെ വകവരുത്താൻ. വികാരവിക്ഷോഭം കാരണം അയാളുടെ മുഖം മുറുകി. തിമ്മക്കയെയും 2 ആൺമക്കളെയും തീർത്തത് ഞാനാണച്ചാ. ഒരു കോണിൽ നിന്ന് അവരുടെ ശക്തി കുറച്ചതും ഞാനാ. കട്ടാരി പാണ്ഡിനെയും സംഘത്തെയും പിന്തുടർന്ന് ഞാൻ കേരളത്തിൽ പോയി. അവിടെ വെച്ച അവരെ തീർത്തത്. പിന്നെ രുദ്രേഷ് ഗൗഡ, അയാൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണവും ഞാനാ. അതിനു മുൻപ് അയാളുടെ കുറേ ഗുണ്ടകളെയും ഞാൻ തീർത്തു. ഇനി രുദ്രേഷിനെ തീർക്കും. പിന്നെ കലിംഗറാവു. ഭഗവതി അപ്പൻ ജാനകിയുടെ മുടിയിൽ തടവിക്കൊണ്ട് തുടർന്നു. കോളാറിന് സമാധാനം കൈവന്നിട്ടേ ജനങ്ങളുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടൂ. ജാനകി ഭഗവതി അപ്പൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി, കൊതി തീരാത്തതുപോലെ. പെട്ടെന്ന് ഭഗവതി അപ്പൻ തിരക്കി, അച്ഛൻ്റെ നാവറുത്തതാരെന്ന് എന്നോട് പറയണം. പറഞ്ഞേ പറ്റൂ. അവൻ്റെ അവസാനവും എൻ്റെ കൈകൊണ്ടായിരിക്കും. വേണ്ടെന്നും അത് തനിക്കുള്ളതാണെന്നും പോർച്ചെവിയൻ ആംഗ്യം കാണിച്ചു. അച്ഛൻ ആഹാരം കഴിച്ചോ? ജാനകി ചോദിച്ചു. ചപ്പാത്തിയുണ്ട്. ഇപ്പോൾ വേണ്ട മോളെ. അവളെ തറയിൽ പായലിരുത്തിയിട്ട് അയാൾ കുറച്ച് വെള്ളം പകർന്നു കുടിച്ചു. ഇനി രാവിലെ സംസാരിക്കാം. ലൈറ്റ് അണച്ച് ആ പായിൽ തന്നെ അയാൾ ജാനകിയെ ചേർത്ത് പിടിച്ചു കിടന്നു. അച്ഛൻ വന്നപ്പോൾ മോൾക്കൊന്നും കൊണ്ടുവന്നില്ല. അതിൽ സങ്കടമുണ്ടോ? ഭഗവതി അപ്പൻ അവളുടെ കാതിൽ തിരക്കി. അച്ഛൻ വന്നല്ലോ, എനിക്കത് മതി. അവളുടെ മന്ത്രണം. ഒരുപാട് കാലത്തിനു ശേഷം ജാനകി സ്വസ്ഥമായി ഉറങ്ങി. ഭഗവതി അപ്പന് പക്ഷേ ഉറക്കം വന്നില്ല. അയാൾ ഓർക്കുകയായിരുന്നു. തിമ്മക്കയും രുദ്രേഷ് ഗൗഡയും കലിംഗറാവുവും അടങ്ങുന്ന സിൻഡിക്കേറ്റ്. അവർക്കുവേണ്ടി രഹസ്യവാതിൽ വഴി സ്വർണ്ണപ്പാറകൾ പുറത്തെത്തിച്ചിരുന്നത് അച്ഛനാണ്. പക്ഷേ ആ വഴി മാത്രം അച്ഛൻ പറഞ്ഞുകൊടുത്തില്ല. മാസത്തിൽ 2 ലോഡ് പാറയെങ്കിലും കയറ്റിവിടുമായിരുന്നു. ഒരു തവണ കയറ്റിവിട്ട പാറയും വണ്ടിയും കണ്ടില്ല. അച്ഛനും ഡ്രൈവറും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് അവർ കരുതിയത്. അതിൻ്റെ പേരിൽ ഭീഷണിയായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന തൻ്റെ അഭിപ്രായത്തിലാണ് നാട് വിടാൻ തീരുമാനിച്ചത്. അച്ഛനും താനും തൻ്റെ ഭാര്യയും കുഞ്ഞും. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് അവർ തടഞ്ഞു. പൊരിഞ്ഞ സംഘട്ടനമാണ് പിന്നെ നടന്നത്. അച്ഛനെ അവർ പിടിച്ചു നിർത്തി. രക്ഷപ്പെട്ടോളാൻ അച്ഛൻ പലതവണ പറഞ്ഞപ്പോൾ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ശിവകാമിയുടെ കൈ പിടിച്ചുകൊണ്ട് താൻ ഓടി. ശത്രുക്കൾ പിന്നാലെ. അതിൽ പ്രധാനി കട്ടാരിപ്പാണ്ഡ്യനായിരുന്നു. തങ്ങൾ ട്രെയിൻ പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ പിന്നിൽ നിന്ന് കട്ടാരിപ്പാണ്ഡ്യൻ ശിവകാമിയുടെ മുടിക്ക് പിടിച്ചു. തൻ്റെ കയ്യിൽ നിന്ന് അവൾ പിടിവിട്ടു. ട്രെയിൻ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. പാളത്തിൽ കാൽ തട്ടി താനും ഒന്ന് വഴുതി. ജാനകി മോളും കയ്യിൽ നിന്ന് പോയി. പാളത്തിലേക്ക് താൻ അപ്പുറം മുഖം കുത്തി വീണു. തിരിഞ്ഞപ്പോൾ കാണുന്നത് ശിവകാമിയെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുന്നതാണ്. ജാനകിയും ബാക്കിയുണ്ടാകില്ലെന്ന് കരുതി ട്രെയിൻ കടന്നു പോകും മുൻപേ ഓടി. ശിവകാമിയെയും മോളെയും ചിതറിയ നിലയിൽ കാണാനേ വയ്യായിരുന്നു. അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ മടങ്ങിവരവ്. ചോര കൊണ്ട് പകയുടെ തിളക്കം കൂട്ടാൻ. എന്നാലും അച്ഛൻ്റെ നാവറുത്തത് ആരാണ്? അതറിയണം. ജാനകി അയാളെ ഒന്നുകൂടി ഇറുക്കിപ്പിടിച്ചു. ഭഗവതി അപ്പൻ ചിന്തയിൽ നിന്നുണർന്ന് മകളുടെ നെറ്റിയിൽ മുഖം ചേർത്ത് കിടന്നു. നായ്ക്കൾ കടിച്ചു കീറിയ ചെറുപ്പക്കാരൻ്റെ രൂപമായിരുന്നു കാളിചരണൻ്റെയും മണിക്കുട്ടൻ്റെയും മനസ്സിൽ. അതുകൊണ്ട് അവർ അത്താഴം കഴിച്ചില്ല. വിഷുജാല ഒന്നും അറിഞ്ഞിരുന്നില്ല. അതിനാൽ അവൾ ഇത്തിരി കഴിച്ചു. രാവിലെ ഒരു പരിചാരകൻ വന്നു പറഞ്ഞു, നിങ്ങളെ സാബു വിളിക്കുന്നു. കാളിയും മണിക്കുട്ടനും ഒന്നിച്ച് ബംഗ്ലാവിൻ്റെ സിറ്റൗട്ടിന് മുന്നിലെത്തി. കലിംഗറാവു അവരെ കാത്തിരിക്കുകയായിരുന്നു. ഉറക്കമൊക്കെ ശരിയായോ? അയാൾ തിരക്കി. ഉവ്. അവർ തലയാട്ടി. ഒരിക്കൽ ഞാൻ പറഞ്ഞ ജോലിയുണ്ടല്ലോ, അത് ചെയ്യാനാ നിങ്ങളെ കൊണ്ടുവന്നത്. പ്രതിഫലത്തിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. ഈ ആഴ്ച തന്നെ അത് നടക്കണം. ജോലി പറഞ്ഞില്ല, മണിക്കുട്ടൻ ഓർമ്മിപ്പിച്ചു. നിർത്തട. കലിംഗറാവുവിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. മണിക്കുട്ടൻ വിളറിപ്പോയി. കലിംഗറാവു മുരണ്ടു. സ്ഥാനത്തും അസ്ഥാനത്തും കയറി നീ ഇനി നാവനക്കിയാൽ. അവൻ്റെ ചോദ്യം ഞാൻ ഏറ്റെടുക്കുന്നു. എന്താ ഞങ്ങളുടെ ജോലി? കാളി സംസാരിച്ചു. അതെന്തിനാ അറിയുന്നത്? അയാളുടെ കണ്ണുകൾ കുറുകി. അറിയണം. അകത്തു പോകുന്ന കേസാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല, അവൻ തീർത്തു പറഞ്ഞു. അകത്തു പോകുന്ന കേസ് തന്നെ. പക്ഷെ നീയത് ചെയ്യും. അതിൻ്റെ കാരണം ഈ ഫോട്ടോയിലുണ്ട്. കലിംഗറാവു ടീപ്പോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാളിചരണന് നീട്ടി.
അവൻ അത് വാങ്ങി നോക്കി. ഒരു ഞെട്ടൽ, വിലാപം പോലെ ഒരു ശബ്ദം അവൻ്റെ തൊണ്ടയിൽ നിന്ന് തള്ളിവന്നു. അധ്യായം 22. ഒരിക്കൽ കൂടി ആ ഫോട്ടോയിലേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല കാളിച്ചരണിന്. ഫോട്ടോ പിടിച്ച അവൻ്റെ കൈ വിറച്ചു. എന്താടാ? മണിക്കുട്ടൻ ശബ്ദം താഴ്ത്തി അവനോട് തിരക്കി. മറുപടി നൽകാൻ നാവ് അനങ്ങാത്തത് കാരണം അവൻ ഫോട്ടോ നീട്ടി. മണിക്കുട്ടൻ അത് വാങ്ങി നോക്കി. അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു നിമിഷത്തേക്ക് ശ്വാസം നിലച്ചു. നാഗരാജൻ്റെയും വനജയുടെയും അപൂർവയുടെയും ചിത്രമായിരുന്നു അതിൽ. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ അവർ മൂവരും ഒരു കട്ടിലിൽ കിടക്കുന്നു. ആർത്തി പൂണ്ട കഴുകന്മാർ കണക്കെ ചിലർ അപൂർവയെ നോക്കി നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആളുകളാണല്ലേ എൻ്റെ തലയ്ക്കടിച്ച് ഇവരെ കൊണ്ടുപോയത്? മണിക്കുട്ടൻ രോഷത്തോടെ കലിംഗറാവുവിനെ നോക്കി. അതെ, അയാൾ ചിരിച്ചു. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഇവരിപ്പോൾ സ്വതന്ത്രരാണ്. എൻ്റെ അനുവാദമില്ലാതെ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് മാത്രം. പക്ഷെ നീയൊക്കെ എന്നെ അനുസരിക്കാതിരുന്നാൽ. കലിംഗറാവു കാളിച്ചരണിനെ നോക്കി പറഞ്ഞു. ഇനിയൊരിക്കലും അവർ പുറംലോകം കാണില്ല എന്ന് മാത്രമല്ല, അവരുടെ സുഖവാസം മണ്ണിനടിയിലായിരിക്കുകയും ചെയ്യും. കാളിയുടെ മുഖം മുറുകി, ഞരമ്പുകൾ വലിഞ്ഞു. റാവു സാബ്! ഒറ്റച്ചാട്ടത്തിന് അവൻ സിറ്റൗട്ടിൻ്റെ കൈവരിയിൽ കൈകുത്തി അപ്പുറത്തേക്ക് മറിഞ്ഞ് കലിംഗറാവുവിൻ്റെ തൊട്ടുമുന്നിലെത്തി. റാവു ചാടി എഴുന്നേറ്റു. പക്ഷേ കാളി അലറി. ഇരിക്കട ഇവിടെ, നായിൻ്റെ മോനെ! അവൻ്റെ രൗദ്രഭാവത്തിനു മുന്നിൽ കലിംഗറാവു പകച്ചു. അറിയാതെ കസേരയിലേക്ക് ഇരുന്നു പോവുകയും ചെയ്തു. അപ്പോഴേക്കും കുരങ്ങ് കൃഷ്ണയും സംഘവും അവിടേക്ക് ഓടിയെത്തി. മുന്നിലെ രംഗം അവരെ നടുക്കി. കലിംഗറാവുവിൻ്റെ മുഖത്തിനു നേരെ കൈ ചൂണ്ടി നിൽക്കുന്നു കാളിച്ചരൺ. അവൻ്റെ കടിച്ചുപിടിച്ച പല്ലുകൾക്കിടയിലൂടെ തീക്കാറ്റ് പോലെ വാക്കുകൾ പുറത്തു ചാടി. പുല്ലേ, നായിൻ്റെ മോനെ! എൻ്റെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു തരി മണ്ണ് നുള്ളിയിട്ടാലുണ്ടല്ലോ, കൊല്ലും ഞാൻ, പച്ചയ്ക്ക് കൊത്തിയെരിഞ്ഞ്. കലിംഗറാവു ജീവിതത്തിൽ രണ്ടാമതായി ഭയന്നു. ആദ്യം SP മഹിപാൽ യാദവിൻ്റെ മുന്നിൽ, ഇപ്പോൾ കാളിച്ചരണിൻ്റെയും. പെട്ടെന്ന് കുരങ്ങ് കൃഷ്ണ അലറിക്കൊണ്ട് ചാടി വീണു. നീ ആരോടാടാ ഇങ്ങനെ? അയാൾ പൂർത്തിയാക്കും മുൻപേ കാളി വെട്ടിത്തിരിഞ്ഞ് കൈവീശി ഒറ്റയടി. കുരങ്ങിൻ്റെ കവിളിൽ പടക്കം പൊട്ടി. കഴുത്തൊടിഞ്ഞതുപോലെ അയാൾ വേച്ചു. കാളി അയാളുടെ നെഞ്ചു നോക്കി കൈ ചുരുട്ടി. മിന്നൽ പിണർ വേഗത്തിൽ 2 ഇടി കൂടി. കുരങ്ങ് കൃഷ്ണ വിലപിച്ചുകൊണ്ട് സിറ്റൗട്ടിൻ്റെ കൈവരിയിലേക്ക് ചാരി. കാളി ചാടി ഉണർന്ന് ഒറ്റ ചവിട്ട്. അരിച്ചക്ക് കണക്കെ കൈവരിക്ക് മുകളിലൂടെ കുരങ്ങ് മുറ്റത്തേക്ക് മറിഞ്ഞു. മണിക്കുട്ടൻ്റെ കാൽക്കലേക്ക് ഒരു കാലുയർത്തി മണിക്കുട്ടൻ അയാളുടെ നെഞ്ചിൽ ചവിട്ടിപ്പിടിച്ചു. മറ്റു ഗുണ്ടകൾ ഒരു നിമിഷം പതറി. ഇനി കാളി പറയാതെ ഈ കാല് മാറത്തില്ലടാ. മണിക്കുട്ടൻ പല്ലിളിച്ചു. ഗുണ്ടകൾ കാളിക്ക് നേരെ ആഞ്ഞു. അനങ്ങിപ്പോകരുത് ഒറ്റയൊരുത്തനും. കാളി മുരണ്ടു. അനങ്ങിയാൽ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ദൈവമുണ്ടല്ലോ, കഴുത്തൊടിഞ്ഞ് ഇവിടെ കിടക്കും. ചൂണ്ടക്കുളത്തിൽ കുരുങ്ങി പിന്നോട്ട് വലിയപ്പെട്ടതുപോലെ അവർ നിന്നുപോയി. നോക്ക് കലിംഗറാവു! ഉന്മാദം പിടിപെട്ടതുപോലെ കാളിച്ചരൺ തലകുലുക്കി. താൻ ഡീസൻ്റായാൽ ഞാനും അങ്ങനെ. അല്ലാതെ ചതിക്കാനോ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനോ ശ്രമിച്ചാൽ ഇവിടെയുണ്ടല്ലോ തൻ്റെ കുടുംബവും. എല്ലാത്തിൻ്റെയും അന്ത്യകർമ്മം ഒന്നിച്ചു നടത്തും ഞാൻ. കലിംഗറാവു അവൻ്റെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി. പതുക്കെ ധൈര്യം സംഭരിക്കുകയായിരുന്നു അയാൾ. നീ മിടുക്കനാണെന്ന് ഇന്നലെ തന്നെ സമ്മതിച്ചതാ ഞാൻ. എന്നാൽ നിനക്ക് വിവേകമില്ല, ബുദ്ധിയില്ല എന്നൊക്കെ എനിക്കിപ്പോൾ പറയേണ്ടി വരും. കാരണം നിന്റെ കുടുംബം എവിടെയാണെന്ന് എനിക്കേ അറിയൂ. ഞാനിപ്പോൾ ഒരു സിഗ്നൽ നൽകിയാൽ 5 സെക്കൻഡിനുള്ളിൽ അവർ തീരും. അതിനുള്ളിൽ നിനക്കെന്നെ ജയിക്കാൻ കഴിയില്ലടാ. നോക്ക്. അയാൾ ഒരു വശത്തേക്ക് കൈ ചൂണ്ടി. അവിടെ ബംഗ്ലാവിൻ്റെ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ഒരു ഇരട്ടക്കുഴൽ തോക്കിൻ്റെ ബാരൽ കണ്ടു. റാവു തുടർന്നു. നിനക്കെൻ്റെ ശിരസിൽ തൊടാനുള്ള നേരം കിട്ടിയേക്കും. എന്നാൽ എൻ്റെ കഴുത്തൊടിക്കാൻ കഴിയില്ല. അതിനു മുൻപ് നിന്റെ തലച്ചോറ് ഇവിടെ ചിതറും. അല്ലെങ്കിൽ നീയൊന്ന് പരീക്ഷിച്ചു നോക്കടാ. അയാൾ ചിരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നിന്റെ പെങ്ങൾ, കാമുകി, അവരെ 2 പേരെയും എൻ്റെ ആളുകൾക്ക് ദാഹം തീർക്കാൻ കൊടുക്കും ഞാൻ. അത് വേണോടാ? മിണ്ടാനായില്ല കാളിച്ചരണിന്. അവനൊന്നുലഞ്ഞു. മുഖം കോട്ടി പുച്ഛിച്ചുകൊണ്ട് കലിംഗറാവു എഴുന്നേറ്റു. നിനക്ക് ചിന്തിക്കാൻ 1 മണിക്കൂർ കൂടി തരും ഞാൻ. അപ്പോഴും നിന്റെ തീരുമാനം മറിച്ചാണെങ്കിൽ ആ നിമിഷം നമ്മൾ ശത്രുക്കളാവും. അതുവരെ മിത്രങ്ങളുമായിരിക്കും. പോ, ചെന്നാലോചിക്ക്. ചിന്താധീനനായി കാളി തിരിഞ്ഞു. അച്ഛൻ, അമ്മ, പെങ്ങൾ, തൻ്റെ കുടുംബത്തിന് ഒന്നും സംഭവിച്ചുകൂടാ. കാളി മുറ്റത്തിറങ്ങിയപ്പോൾ മണിക്കുട്ടൻ കുരങ്ങ് കൃഷ്ണയുടെ നെഞ്ചിൽ നിന്ന് കാലെടുത്തു. പിന്നെ കാളിയുടെ കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു. അവിടെ വിശ്വജാലയെ കണ്ടില്ല. ഇരുവരും മുറികൾ പരതി. ഇല്ല. വിശ്വേ! കാളി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ വാതിലിൽ തട്ടി. അനക്കമില്ല. കാളി അത് തുറന്നു നോക്കി. കണ്ടില്ല. അവൻ്റെ ഉള്ളിൽ അപകടത്തിൻ്റെ ഒരു വാൾ മിന്നി. മണിക്കുട്ട! കാളി വിഹുലതയോടെ വിളിച്ചു.
ആ പട്ടി കലിംഗറാവു വിഷുജാലയെ കൊണ്ടുപോയി കാണും കാളി, മണിക്കുട്ടൻ പറഞ്ഞു. അതിനിടയിൽ അവൻ ജനാലയിലൂടെ കലിംഗറാവുവിൻ്റെ ബംഗ്ലാവിലേക്ക് നോക്കി. പൂമുഖത്തിരുന്ന് കലിംഗറാവു സെൽഫോണിൽ ആരെയോ വിളിക്കുന്നു. അടുത്ത നിമിഷം കാളിയുടെ ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ കലിംഗറാവുവിൻ്റെ ചിത്രം തെളിഞ്ഞു. റിസീവിംഗ് ബട്ടൺ അമർത്തിക്കൊണ്ട് കാളി അലറി, എൻ്റെ പെണ്ണെന്തിയടാ? അവളിപ്പോൾ നിന്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ശാന്തസ്വരം. ഇനി നീ അവരെ കാണുന്നത് ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു കഴിഞ്ഞിട്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നീ പോലീസ് പിടിയിലാവും. DYSP ശേഷണ്ണ ഇവിടേക്ക് വരുന്നുണ്ട്. അയാൾ നിന്നെ കോടതിയിൽ പോലും എത്തിക്കില്ല. 1 മണിക്കൂറിനുള്ളിൽ നിന്റെ തീരുമാനം എനിക്കറിയണം. ഫോൺ കട്ടായി. അവളെയും അവർ കൊണ്ടുപോയി മണിക്കുട്ട. കാളിയുടെ ശബ്ദം നനഞ്ഞു. ഇനി നമ്മൾ എന്തു ചെയ്യും? മണിക്കുട്ടന് പരിഭ്രമമായി. ശേഷണ്ണ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ പോലീസിന്റെ പിടിയിലാകാം, അല്ലെങ്കിൽ കലിംഗറാവുവിനോട് ഏറ്റുമുട്ടി മരിക്കാം. കാളി പറഞ്ഞു. മരിക്കാനോ? ആ ശീമപ്പന്നിയെ കൊല്ലാതെ. മണിക്കുട്ടൻ്റെ ചോരയോട്ടത്തിന് വേഗതയേറി. അയാളെ കൊല്ലണമെങ്കിൽ ഇപ്പോൾ തന്നെ അതാവാം. പക്ഷേ അച്ഛൻ, അമ്മ, അപൂർവ, വിശ്വ, അവരുടെയൊക്കെ ജീവിതം. കാളിചരണിൻ്റെ കണ്ണുകൾ നിറയുന്നത് മണിക്കുട്ടൻ കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും? അയാൾ പറയുന്ന ജോലി അതെന്താണെങ്കിലും സമ്മതിക്കുക. കാളി ശ്വാസം വലിച്ചുവിട്ടു. പിന്നെ കലിംഗറാവു ഇങ്ങോട്ട് വിളിച്ച നമ്പറിലേക്ക് വിളിച്ചു. തീരുമാനിച്ചോ? കലിംഗറാവുവിൻ്റെ ശബ്ദം. ഞാൻ ആ ജോലി ഏറ്റെടുക്കുന്നു. പക്ഷേ അതിനു മുൻപ് എനിക്കെൻ്റെ കുടുംബത്തെ ഒന്ന് കാണണം. നിങ്ങളവരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാക്കണം. കലിംഗറാവു ശബ്ദമുയർത്തി ചിരിച്ചു. ഞാൻ ഉപദ്രവിച്ചെങ്കിൽ തന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാളിക്ക് ഉത്തരം മുട്ടി. റാവുവിൻ്റെ ശബ്ദം പിന്നെയും കേട്ടു. എന്നാലും സമ്മതിക്കുന്നു. പക്ഷേ അവിടെ എന്തെങ്കിലും ബുദ്ധി പ്രയോഗിക്കാൻ നീ ശ്രമിക്കരുത്. പണി പാളുമേ. ഫോൺ കട്ടായി. കിണറ്റിൽ വീണ കടുവയുടെ അവസ്ഥയായി കാളിക്ക്. രുദ്രേഷ് ഗൗഡയുടെ അരികിലേക്ക് ഒരു ഡോക്ടറും നേഴ്സും വന്നു. അപ്പോൾ അയാൾ ബെഡിലിരുന്ന് വിസ്കി കഴിക്കുകയും ചിക്കൻ കാൽ കടിച്ചു പറിക്കുകയുമായിരുന്നു. ഇത് കണ്ട് ഡോക്ടറുടെ മുഖത്ത് നീരസം തിങ്ങി. അയാൾ തലചരിച്ച് നേഴ്സിനെ ഒന്ന് നോക്കി. പിന്നെ അയാളോട് തിരക്കി, എന്താ ഗൗഡ സാബ് ഇതൊക്കെ? ഇതൊരു ഹോസ്പിറ്റലല്ലേ? ഗൗഡ ചിക്കൻ്റെ അസ്ഥി പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കൈ തുടച്ചു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഡോക്ടർ. ഗൗഡ മുറിയിലുണ്ടായിരുന്ന തൻ്റെ ആളുകളെ നോക്കി കണ്ണിറുക്കി. എങ്കിൽ ഇവിടെ ഇരുന്നിങ്ങനെ മദ്യപിക്കുന്നതും മറ്റും ശരിയല്ല, ഡോക്ടർ അതൃപ്തി തുറന്നു പറഞ്ഞു. രുദ്രേഷ് ഗൗഡയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഡോക്ടർ, ഇത് ഞാൻ വാടക തരുന്ന റൂം. ഇവിടെ ഞാൻ കുടിച്ചെന്നും തുണി അഴിച്ച് ആടിയെന്നും ഇരിക്കും. അതിലൊന്നും കയറി താൻ തലയിട്ടേക്കല്ലേ. എന്നെ തനിക്ക് ശരിക്കറിയാഞ്ഞിട്ടാ. ഗൗഡ വിരലുകൾ ചേർത്ത് കത്രിക കൊണ്ട് മുറിക്കുന്ന ഒരു ആംഗ്യം കാട്ടി. പീസാക്കും ഞാൻ. തൻ്റെ പോസ്റ്റ്മോർട്ടം എന്നെക്കൊണ്ട് ചെയ്യിക്കല്ലേ. അതുകൊണ്ട് ചെന്ന ഏതെങ്കിലും അത്തപ്പാവികളോട് ഇതൊക്കെ പറ. അവരാകുമ്പം അനുസരിച്ചോളും. അയാൾ അനുചരന്മാരെ നോക്കി. അല്ലേടാ? പിന്നല്ലാതെ. അവരും ചിരിച്ചു. അപമാനഭാരത്തോടെ ഡോക്ടർ രുദ്രേഷ് ഗൗഡയുടെ ഫയലെടുത്തു. അതിലെന്തോ കുറിച്ചിട്ട് ഒന്നും മിണ്ടാതെ നേഴ്സിനെയും കൂട്ടി മടങ്ങി. നേഴ്സിൻ്റെ മുന്നിൽ ചമ്മിയ അയാളുടെ പോക്ക് കണ്ടോ? ഗൗഡ അനുചരന്മാരോട് പറയുന്നത് ഡോക്ടർ കേട്ടു. പെട്ടെന്ന് ഗൗഡയുടെ മാനേജർ മുറിയിലേക്ക് വന്നു. കഴിഞ്ഞോടാ? ഗൗഡ തിരക്കി. കഴിഞ്ഞു സാബ്. എവിടെ വെച്ചായിരുന്നു? തിമ്മക്കം മാഡത്തിൻ്റെ ബംഗ്ലാവ് നിന്നിരുന്ന വളപ്പിൽ തന്നെ. ഗൗഡ തലയാട്ടി. എന്നിട്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയെടുത്ത് ഒരു കവിൾ വെള്ളം കുടിച്ചു. പിന്നെ പാത്രത്തിലേക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കൈ കഴുകി. ഒരാൾ പാത്രം എടുത്തുകൊണ്ടുപോയി. മറ്റൊരാൾ ടവൽ കൊണ്ട് കൈ തുടച്ചു കൊടുത്തു. ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു തലയണ വെച്ച് രുദ്രേഷ് ഗൗഡ അതിൽ ചാരിയിരുന്ന് കണ്ണടച്ചു. തിമ്മക്കയുടെ ലോകം അത് അവസാനിച്ചിരിക്കുന്നു. കോളാറിലെ ജനങ്ങൾ ആഘോഷിക്കുകയാണ് പോലും. തനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഇവർ ഇങ്ങനെ തന്നെ ചെയ്യും. മദ്യത്തിനൊപ്പം പകയും രുദ്രേഷ് ഗൗഡയുടെ ഞരമ്പുകളിലൂടെ ഓടി. അയാൾ കണ്ണു തുറന്നു. എന്നാലും ആരായിരിക്കും അവരെ കൊന്നത്? ആ കാളിച്ചരൺ അല്ല, മാനേജർ പറഞ്ഞു. മറ്റാരോ ആണ്. പോലീസും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഒരുപക്ഷെ സാബിന് നേരെ നിറയൊഴിച്ചയാൾ. യെസ്. ഗൗഡ തലകുലുക്കി. അവൻ തന്നെയാവും. അയാൾ ബാൻഡേജ് ചെയ്ത തൻ്റെ തോളിലേക്ക് നോക്കി. എനിക്കും തിമ്മയ്ക്കും ഒരേപോലെയുള്ള ശത്രു. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അങ്ങനെയൊരു ശത്രുവിനെ എവിടെയെങ്കിലും ബാക്കി വെച്ചിരുന്നോ നമ്മൾ? ഒരു ചോരക്കുഞ്ഞിൻ്റെ രൂപത്തിലെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ കണ്ടെത്തണം. ഇവിടെ നിന്നിറങ്ങിയാൽ ഞാൻ നേരെ പോകുന്നത് അവൻ്റെ അടുത്തേക്കാവും. ചെയ്തു കൂട്ടിയ പാതകങ്ങളിൽ ബാക്കിയുണ്ടായേക്കാവുന്ന ഒരു ഇരയെ എല്ലാവരും മനസ്സിൽ തിരയാൻ തുടങ്ങി. ആ നേരത്ത് IG അപ്പാജി റാവുവിന് ഫോൺ കോൾ എത്തി. ഗോവയിലെ ആഭ്യന്തരമന്ത്രി ജനാബിൻ്റേത്. താൻ ഓർക്കുന്നുണ്ടോ അപ്പാജി? 10 വർഷം മുൻപ് നമ്മൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് ഇവിടെ ബീച്ചിൽ. അപ്പാജി റാവുവിന് അത് ഓർമ്മ വന്നു.
ബർമൂഡയും ടീഷർട്ടും ഇട്ടുകൊണ്ട് ബീച്ചിൽ മതാലസകൾക്ക് നടുവിൽ നിശാ ക്ലബ് പാർട്ടികളിൽ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയതായിരുന്നു താൻ. അന്ന് യുവരാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു ജനാബ്. അവിടുത്തെ പോലീസിൻ്റെ വലങ്കൈയായിരുന്ന ഇവനാണ് ഗോവയിലെ സുഖം നിറഞ്ഞ ദിനരാത്രങ്ങൾ തനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പിന്നീട് ജനാബിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഇപ്പോഴാണ്. എന്തുണ്ട് ജനാബ്, വിശേഷം? അപ്പാജി റാവു ആഹ്ലാദവാനായി. നല്ല വിശേഷം. ഹോം മിനിസ്റ്ററായി പോയതുകൊണ്ട് സ്വാതന്ത്ര്യം ഇത്തിരി കുറഞ്ഞെന്ന് മാത്രം. പിന്നെ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. എനിക്ക് വേണ്ടപ്പെട്ട 2 പേർ നാളെ അവിടെ എത്തും. അവർക്കു വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം. വരുന്നത് ജാക്സൺ അലിമാവോയും അനുജൻ റോക്കി അലിമാവോയുമാണ്. ഒരു കാളിച്ചരനെ തേടിയാണ് വരവ്. കാളിച്ചരൺ. അപ്പാജി റാവുവിൻ്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ ജനാബിന് കാര്യം പിടികിട്ടി. താങ്കൾക്കറിയാം അവനെ അല്ലേ? അറിയാം. ഞങ്ങളും ഇപ്പോൾ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വെരി ഗുഡ്. ജനാബിൻ്റെ ചിരി കേട്ടു. പക്ഷേ ഒന്നുണ്ട്, അവനെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം. അവൻ്റെ പേരിൽ അവിടെയുള്ള കേസ് എന്താണെങ്കിലും ശരി. അപ്പാജി റാവു സമ്മതിച്ചു. രാത്രി ഹോസ്പിറ്റലിൽ രുദ്രേഷ് ഗൗഡയുടെ മുറിയിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മദ്യപിച്ചത് കാരണം നല്ല ഉറക്കത്തിലുമാണ്. തൊട്ടടുത്ത 2 മുറികളിലും അനുചരപ്പട. ഹോസ്പിറ്റലിൻ്റെ പ്രവേശന കവാടത്തിലും ചിലർ രഹസ്യ നിരീക്ഷണത്തിനുണ്ട്. കാരണം ഏതു നിമിഷവും ഒരു ശത്രുവിനെ രുദ്രേഷ് ഗൗഡ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ബ്ലോക്കിലെ വെളിച്ചം ഗൗഡയുടെ മുറിയിലെ ജനാലച്ചില്ലയിൽ പ്രതിഫലിക്കുന്നു. സ്ലൈഡിംഗ് ഗ്ലാസുകളുള്ള അഴികളില്ലാത്ത ജനല. മുളച്ചുയർന്നു വരുന്നത് പോലെ ഒരു മനുഷ്യ ശിരസിൻ്റെ നിഴൽ ഗ്ലാസിൽ പതിഞ്ഞു. പിന്നെ അത് ഉയർന്നുയർന്നു വന്നു. താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വരികയും പോവുകയും ചെയ്യുന്ന വാഹനങ്ങളുടെ വെളിച്ചവും കുറേശ്ശെ അവിടേക്ക് വരുന്നുണ്ട്. ജനാലയ്ക്ക് പുറത്തെത്തിയ മനുഷ്യൻ ശബ്ദമുണ്ടാക്കാതെ സ്ലൈഡിംഗ് ഗ്ലാസ് നിരക്കി മാറ്റി. ശേഷം അകത്തു കടന്നു. മുറി മുഴുവൻ പരിശോധിച്ചിട്ട് അയാൾ ബാത്റൂമിലെ ലൈറ്റ് തെളിച്ചു. പിന്നെ വാതിൽ പകുതി തുറന്നിട്ടു. ഇപ്പോൾ ആ വെളിച്ചവും അപ്പുറത്തെ ബ്ലോക്കിലെ വെളിച്ചവും കൊണ്ട് ദൃശ്യങ്ങൾ ഏകദേശം കാണാം. അരയിൽ തൂക്കിയിരുന്ന ഗൂർഖ കത്തിയൂരി അയാൾ ഗൗഡയുടെ കിടക്കയിൽ വെച്ചു. പിന്നെ 5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു പ്ലാസ്റ്റർ എടുത്ത് കട്ടിലിൻ്റെ കാലിൽ അല്പം അമർത്തിവെച്ചു. തുടർന്ന് സെല്ലോ ടേപ്പിൻ്റെ ഒരു വലിയ റോളെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വലിച്ചു നിവർത്തി. അത് ഗൗഡയുടെ കാലുകൾക്ക് മീതെ കൂടി കട്ടിലിനെ 2 വട്ടം ചുറ്റി ഒട്ടിച്ചു. അതുപോലെ അരയുടെ ഭാഗത്തും കിടക്കയോട് ചേർത്ത് ചുറ്റി. ഇനി ഗൗഡയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. പിന്നെ പ്ലാസ്റ്റർ എടുത്തതും മിന്നൽ വേഗത്തിൽ അയാളുടെ മുഖത്തമർത്തിയതും ഒന്നിച്ചായിരുന്നു. ഗൗഡ ഞെട്ടിയുണർന്നു. ചാടി എഴുന്നേൽക്കാനാഞ്ഞ അയാൾ സെല്ലോ ടേപ്പിൽ കുരുങ്ങി. ഒരു കൈ കുത്തിയിരിക്കാൻ മാത്രമേ ഗൗഡയ്ക്ക് കഴിഞ്ഞുള്ളൂ. അയാൾ മുഖത്തെ പ്ലാസ്റ്റർ വലിച്ചു പറിക്കാൻ കൈ നീട്ടി. ആ ക്ഷണം ആഗതൻ അവിടെയൊരു വിലങ്ങിട്ടു. പിന്നീട് ബലമായി അടുത്ത കൈയും അതിലേക്ക് ചേർത്ത് മുറുക്കിയിട്ട് കീ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. നടുക്കത്തോടെ ഗൗഡ കണ്ടു. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. ബാത്റൂമിലെ വെളിച്ചം അയാൾക്ക് പിന്നിൽ നിന്നാണ് വരുന്നത്. 2 കൈകളും ഒന്നിച്ചുയർത്തി പ്ലാസ്റ്റർ വലിച്ചു പറിക്കാനും തൻ്റെ ആളുകളെ വിളിക്കാനും ഗൗഡ ആഗ്രഹിച്ചു. ആ ക്ഷണം 2 കൈകളുടെയും മധ്യത്തിലായി വിലങ്ങിൽ പിടിച്ച് ആഗതൻ കിടക്കയുടെ കാൽക്കലേക്ക് വലിച്ചു. കാലുകളും അരക്കെട്ടും അനക്കാൻ പറ്റാത്തതിനാൽ ഗൗഡ വില്ലുപോലെ മുന്നോട്ട് വളഞ്ഞു. കൈകൾ രണ്ടും ലെഗ് റെസ്റ്റിന് അപ്പുറമായി. അയാളുടെ കഴുത്ത് ലെഗ് റെസ്റ്റിൽ അമരാൻ പാകത്തിലായി. തൻ്റെ നടുവ് പൊട്ടിപ്പിളരുന്ന വേദനയിൽ ഗൗഡ പുളഞ്ഞു. അയാളുടെ തൊണ്ടക്കുഴിയിൽ ആർത്തനാദങ്ങൾ ചത്തുവീണുകൊണ്ടിരുന്നു. ആഗതൻ ശബ്ദം താഴ്ത്തി. നായിൻ്റെ മോനെ, നീ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. പോർച്ചെവിയൻ്റെ മകനാ ഞാൻ, ഭഗവതിയപ്പൻ. രുദ്രേഷ് ഗൗഡയുടെ മനസ്സും ഉടലും വെട്ടിവിറച്ചു. ഭഗവതിയപ്പൻ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞ് തൻ്റെ മുഖം കാട്ടി. അപ്പോഴും വിലങ്ങിലെ പിടി വിട്ടിരുന്നില്ല. രുദ്രേഷ് ഗൗഡ എന്തോ പറയുന്നുണ്ട്. ആ ശബ്ദം മുഴക്കമുള്ള ശ്വാസമായി മൂക്കിലൂടെ പുറത്തു ചാടി. ഭഗവതിയപ്പൻ പറഞ്ഞു, കാര്യങ്ങൾ നിനക്കും എനിക്കും അറിയാം. അതുകൊണ്ട് സമയം കളയുന്നില്ല. ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് യോജിക്കും വിധം നിനക്ക് വെറൈറ്റിയുള്ള ഒരു മരണം. അതെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഭഗവതിയപ്പൻ ഗൂർഖക്കത്തി എടുത്ത് മലർത്തി. ലെഗ് റെസ്റ്റിൻ്റെ പിടിയിൽ രുദ്രേഷ് ഗൗഡയുടെ കഴുത്തിനടിയിൽ വരത്തക്ക വിധം വെച്ചു. പിന്നെ കാലുയർത്തി വിലങ്ങിൻ്റെ മധ്യഭാഗം വലതുപാദത്തിനടിയിലാക്കിയതും ഒറ്റച്ചവിട്ട്. ഗൗഡ ശരിക്കും വളഞ്ഞ് താഴേക്കമർന്നു. നട്ടെല്ല ഒടിയുന്ന ശബ്ദം ആദ്യം കേട്ടു. ഒപ്പം ഗൂർഖക്കത്തി അയാളുടെ കഴുത്ത് മുറിച്ചു കയറി. ഗൗഡയ്ക്ക് ഒന്ന് പിടയാനോ നിലവിളിക്കാനോ പോലും കഴിഞ്ഞില്ല. അധ്യായം 23. പ്രഭാതം. ഗൗഡ സബ്. അനുചരർ വാതിലിൽ മുട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് അല്പനേരമായി. പക്ഷേ വാതിൽ തുറക്കപ്പെട്ടില്ല. ആദ്യം അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല.
കാരണം കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് ഒരു ഫുൾ ബോട്ടിൽ മദ്യം അകത്താക്കിയിരുന്നു രുദ്രേഷ് ഗൗഡ. അതിൻ്റെ ഹാങ് ഓവർ കാണും. സെൽഫോണിൽ വിളിച്ചാലോ എന്ന് പലവട്ടം അവർ കൂടിയാലോചിച്ചു. എങ്കിലും ഇത്തിരി നേരം കൂടി കാത്തിരിക്കാമെന്ന് തീരുമാനിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അപ്പോഴും മറുപടിയില്ല. അവർ സെൽഫോണിൽ ട്രൈ ചെയ്തു. മുറിക്കുള്ളിൽ ബെല്ലടിക്കുന്നത് കേൾക്കാം. 2-3 വട്ടം ശ്രമിച്ചിട്ടും പ്രതികരണമില്ലാതെ വന്നപ്പോൾ അവർക്ക് ആപത്ത് മണത്തു. ഡ്യൂട്ടി ഡോക്ടറെയും സെക്യൂരിറ്റിക്കാരെയും അവർ വിവരമറിയിച്ചു. പോലീസിൽ വിവരമറിയിച്ചിട്ട് ഡോക്ടറും മറ്റും വേഗമെത്തി. മിസ്റ്റർ രുദ്രേഷ് ഗൗഡ. ഡോക്ടർ വാതിലിൽ തട്ടി. അനക്കമില്ല. 10 മിനിറ്റിനുള്ളിൽ DYSP ശേഷണ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പാഞ്ഞെത്തി. വാതിൽ എങ്ങനെയെങ്കിലും തുറക്ക്, ശേഷണ്ണ കൽപ്പിച്ചു. ഗുണ്ടകൾ വാതിലിൽ ആഞ്ഞാഞ്ഞു ചവിട്ടി. അതിൻ്റെ കൊളുത്ത് ഇളകി. ആദ്യം അകത്തേക്ക് കയറിയത് ശേഷണ്ണയാണ്. മുന്നിലെ കാഴ്ച അയാളെ വല്ലാതെ നടുക്കി. കട്ടിലിൽ മുന്നോട്ട് ഒടിഞ്ഞു മടങ്ങി കിടക്കുന്നു രുദ്രേഷ് ഗൗഡ. കഴുത്തിൽ നിന്ന് ഊറി വീണ് തറയിൽ ഒഴുകി പരന്നിരിക്കുന്ന ചോര. ഹോ! ശേഷണ്ണ ശിരസിൽ നിന്ന് തൊപ്പിയെടുത്തിട്ട് കണ്ണുകൾ പൂട്ടി ഒരു നിമിഷം നിന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം കാണുന്നതെന്ന് അയാൾക്ക് തോന്നി. തിമ്മക്കയുടെ മരണം പോലും ഇത്ര ഭയാനകമായിരുന്നില്ല. വാർത്ത ലീക്ക് ചെയ്തു. മീഡിയക്കാർ പാഞ്ഞെത്തി. ആശുപത്രിയുടെ മുറ്റത്ത് ജനപ്രളയമായി. ടിവിയിലെ ഫ്ലാഷ് ന്യൂസിലാണ് കലിംഗറാവു വിവരമറിഞ്ഞത്. അയാളുടെ നട്ടെല്ലിൽ ഒരു തരിപ്പുണ്ടായി. കോളാറിലെ ത്രിമൂർത്തികളായിരുന്നു തിമ്മക്കയും രുദ്രേഷും താനും. ഇനി താൻ മാത്രം ബാക്കി. തൻ്റെ നിഴലിൽ പോലും അജ്ഞാതനായ ഒരു ശത്രുവിൻ്റെ സാന്നിധ്യം അയാൾ തിരിച്ചറിഞ്ഞു. കോളാറിലെ ജനങ്ങൾക്ക് രുദ്രേഷ് ഗൗഡയുടെ മരണം ക്രിസ്മസ് ആഘോഷത്തോടൊപ്പമായി. ഇനി ഒരുത്തൻ, കലിംഗറാവു. അയാളും കൂടി തീർന്നിരുന്നെങ്കിൽ. സുന്ദരവല്ലിയും ഭുവനേശ്വരിയുമൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു പോയി. രാവിലെ 11 മണി. IG അപ്പാജി റാവുവിൻ്റെ ഓഫീസിനു മുന്നിൽ മഹേന്ദ്രയുടെ ഒരു ഹൈസ്പീഡ് ജീപ്പ് ബ്രേക്കിട്ടു. അതിൽ നിന്ന് ജാക്സൺ അലിമാവോയും റോക്കി അലിമാവോയും ഇറങ്ങി. കൂടെയുണ്ടായിരുന്ന 4 പേർ വണ്ടിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. സെൻഡി അവരെ തുറച്ചു നോക്കി. അകത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് അവർ അപ്പാജി റാവുവിനെക്കുറിച്ച് തിരക്കി. സാർ ക്യാബിനിലുണ്ട്, അയാൾ പറഞ്ഞു. സാർ പ്ലീസ്, ഞങ്ങൾ വന്ന വിവരം അദ്ദേഹത്തോടൊന്ന് പറയുമോ? നേരത്തെ പെർമിഷൻ വാങ്ങിയിട്ടുള്ളതാണ്. എന്താ നിങ്ങളുടെ പേര്? ജാക്സൺ അലിമാവോ എന്ന് പറഞ്ഞാൽ മതി. അയാൾ അകത്തേക്ക് മടങ്ങി. എന്നിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു. അകത്തേക്ക് ചെല്ലാൻ സാർ പറഞ്ഞു. താങ്ക് യു സാർ. ഇരുവരും IG-യുടെ അരികിലേക്ക് പോയി. ഹാഫ് ഡോറിൽ മൃദുവായി മുട്ടി. യെസ് കമിൻ. കനത്ത ശബ്ദം. ഇരുവരും അകത്തു കിടന്നു. അപ്പാജി റാവു പുഞ്ചിരിയോടെ എഴുന്നേറ്റ് കൈനീട്ടി. അവർ ആ കരം കവർന്നു. ജനാബ് സാർ വിളിച്ചു പറഞ്ഞിരുന്നു. അയാൾ കസേരയിലേക്ക് കൈ ചൂണ്ടി. ഇരുവരും ഇരുന്നു. ടിവിയിൽ രുദ്രേഷ് ഗൗഡയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ. രുദ്രേഷ് ഗൗഡ. അയാൾ ഇവിടുത്തെയൊരു അണ്ടർവേൾഡ് ഡോണായിരുന്നു. അപ്പാജി റാവു അറിയിച്ചു. കഴിഞ്ഞ രാത്രി ആരോ കൊന്നുകളഞ്ഞു. ബ്രൂട്ടൽ മർഡർ. ഇരുവരും ടിവിയിലേക്ക് കണ്ണയച്ചു. കോളാറിൽ കാൽ കുത്തിയ ദിവസം നിങ്ങൾ തേടുന്ന കാളിച്ചരൺ ഈ രുദ്രേഷിനെയും സംഘത്തെയും അടിച്ച് നിലംപരിച്ചാക്കിയിരുന്നു. ജാക്സണും റോക്കിയും പരസ്പരം നോക്കി. പോലീസ് ഇന്നലെ മുഴുവൻ ഇവിടെ മരിച്ചു പെറുക്കിയിട്ടും കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ജില്ല വിട്ട് അവൻ പോയിട്ടില്ലെന്ന് ഉറപ്പാ. എനിവേ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാനത് നിങ്ങൾക്ക് പാസ് ചെയ്തിരിക്കും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പാജി റാവു മുടിയിൽ പിന്നോട്ട് തടവി. ഞങ്ങൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. ആദ്യം വിശ്രമം, പിന്നെ ഞങ്ങളും ഇറങ്ങുന്നുണ്ട് അവനെ തേടി. ഞങ്ങളുടെ ഏട്ടനെ കൊന്നത് അവനാ, റോക്കി പകയോടെ പറഞ്ഞു. അപ്പാജി റാവു തലയാട്ടി. സന്ധ്യ. രുദ്രേഷ് ഗൗഡയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ട് കലിംഗറാവു മടങ്ങിയെത്തിയതേയുള്ളൂ. അയാൾ തൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ ശത്രു തൻ്റെ മുന്നിലും പ്രത്യക്ഷപ്പെടുമെന്ന് അയാളുടെ മനസ്സ് പറയുന്നു. ഒന്ന് കുളിച്ചിട്ട് വേഷം മാറി അയാൾ ഹാളിലേക്ക് വരുമ്പോൾ മുറ്റത്തൊരു ആഡംബരക്കാർ വന്നു നിന്നു. യൂണിഫോം ധരിച്ച ഡ്രൈവർ ഇറങ്ങി ഭവ്യതയോടെ പിന്നിലെ ഡോർ തുറന്നുകൊടുത്തു. ബ്രൗൺ നിറത്തിലുള്ള പാൻസും അതേ നിറത്തിലുള്ള ഷൂസും ധരിച്ച കാലുകൾ ആദ്യം പുറത്തേക്ക് നീണ്ടു. ശേഷം 6.5 അടിയിലധികം ഉയരം തോന്നിക്കുന്ന അധികം വണ്ണമില്ലാത്ത ഒരു യുവാവിൻ്റെ ശരീരം മുഴുവനായി പുറത്തു കണ്ടു. വെളുത്ത ഷർട്ടിനു മീതെ ബ്രൗൺ ഓവർകോട്ടാണ് ധരിച്ചിരിക്കുന്നത്. ക്ലീൻ ഷേവ്, കല്ലിച്ച ശരീരം. കണ്ണുകൾക്ക് മീതെ പോലീസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ കൂളിംഗ് ഗ്ലാസ്. കലിംഗറാവുവും ഭാര്യയും ആഹ്ലാദത്തോടെ പുറത്തേക്ക് വന്നു. മൈ സൺ. അപ്പാ. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ സിറ്റൗട്ടിലേക്ക് ഓടിക്കയറി. അച്ഛനെയും അമ്മയെയും അവൻ ആലിംഗനം ചെയ്തു. ഹൗ ആർ യു അപ്പാ? ഫൈൻ. കലിംഗറാവു ചിരിച്ചു. നീ വന്നല്ലോ.
ഞാൻ കരുതി എന്തെങ്കിലും ഒഴിവുകൾ പറയുമെന്ന്. ഇന്നുകൂടി നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ കൊണ്ടുപോന്നേനെ. കാശ്മീരിലായിരുന്നു അവൻ. പേര് പെഡാരായിഡു, കലിംഗറാവുവിൻ്റെ പുത്രൻ. ദാൽ തടാകത്തിലെ ഉല്ലാസ ബോട്ടുകളിൽ ഭൂരിഭാഗവും അവൻ്റേതായിരുന്നു. പിന്നെ ആർക്കും അറിയാൻ പാടില്ലാത്ത ബിസിനസ്സുകൾ. പാകിസ്ഥാനികളുടെ പ്രിയ സുഹൃത്ത്. അപ്പ ഇത്ര വലിയ ഒരു ഡീലിംഗ് നടത്തുമ്പോൾ ഞാൻ വരാതിരിക്കുമോ? അതും ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു കാര്യം. അതുമാത്രമല്ലടാ, വേറെയും പ്രശ്നങ്ങളുണ്ടിവിടെ. തിമ്മക്കയും രുദ്രേഷ് ഗൗഡയും ഇപ്പോൾ ബാക്കിയില്ല. വാട്ട്? പെഡരായിഡു കണ്ണട എടുത്തു മാറ്റി. അവൻ്റെ പൂച്ചക്കണ്ണുകളിൽ അവിശ്വസനീയത. അവർക്ക് എന്തു പറ്റിയതാണപ്പാ? കലിംഗറാവു തലയിളക്കി. ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ. അയാൾ കാര്യം ചുരുക്കിപ്പറഞ്ഞു. എന്നാലും അവരെ ജയിക്കാൻ അപ്പായ്ക്കല്ലാതെ ആർക്ക് കഴിയും? കോളാർ തങ്കത്തിനെ അപ്പ തീർത്തതല്ലേ? കലിംഗറാവു കനപ്പിച്ചു മൂളി. എൻ്റെ കണക്കുകൾ ബാക്കി നിർത്തി അവരെ തീർക്കാനും ഏതോ അസുരജന്മം ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഡീൽ നടക്കുമ്പോൾ നീ ഒപ്പമുണ്ടാകണമെന്ന് ഞാൻ കരുതിയത്. പെഡരായിഡു കലിംഗറാവുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പായ്ക്ക് പേടിയുണ്ടോ? കലിംഗറാവു ഒന്നുലഞ്ഞു. മരണത്തെ ഭയപ്പെടാത്തവർ ആരുണ്ടടാ? പെഡരായിഡു ചിരിച്ചു. അവൻ്റെ കോമ്പലുകൾ തിളങ്ങി. ഭയപ്പെടാത്തവർ ഉണ്ടപ്പാ. അതിലൊന്ന് ഞാനാണ്. അടുത്തത് എൻ്റെ അപ്പയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കലിംഗറാവുവിൻ്റെ മനം നിറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. നീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്ക്. നാഗമ്മ ഇടയ്ക്ക് കയറി. പെഡരായിഡു അകത്തേക്ക് പോകാൻ ഭാവിക്കുമ്പോഴാണ് കുരങ്ങു കൃഷ്ണയും മറ്റും ഓടിയെത്തിയത്. ചോട്ടാ സാബ് വരുന്ന വിവരം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിൽ വന്നേനെ. പെഡരായിഡു ചുമൽ കൂപ്പി. എനിക്ക് അംഗരക്ഷകരുടെ പിൻബലം വേണ്ടെന്ന് നിനക്കറിയില്ലേ കുരങ്ങേ? കൈക്കരുത്തും മനോബലവുമാണ് എൻ്റെ ആയുധം. അവൻ വിരലുകൾ ഒന്നും മുറുക്കി. മരക്കൊമ്പ് ഒടിയുന്നതുപോലെ ഞൊട്ടകൾ കേട്ടു. അപ്പോഴാണ് കുരങ്ങു കൃഷ്ണയുടെ നീരുവന്ന മുഖം അവൻ ശ്രദ്ധിക്കുന്നത്. ആരോ കുരങ്ങിനെ ഒന്ന് ചൊറിഞ്ഞതുപോലെയുണ്ടല്ലോ. ആരാ കക്ഷി? കുരങ്ങു കൃഷ്ണ വിളറി. അപ്പോൾ കലിംഗറാവു അറിയിച്ചു. നിന്നോട് ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. കാളിച്ചരൺ. അവൻ കൈവച്ചതാ. കാളി. പെഡരായിഡുവിൻ്റെ പൂച്ചക്കണ്ണുകൾ ഇടുങ്ങി. മിടുക്കനാണല്ലോ അവൻ. അവനെ കാണാൻ എനിക്ക് കൊതിയാകുന്നപ്പ. മിടുക്കന്മാരെ എനിക്കൊത്തിരി ഇഷ്ടമാണെന്ന് അപ്പായ്ക്കറിയാമല്ലോ. ആ പറഞ്ഞതിൻ്റെ പൊരുൾ കുരങ്ങു കൃഷ്ണയ്ക്കും സംഘത്തിനും മനസ്സിലായി. കാളിയുടെ കാര്യം പോക്ക് തന്നെ. തന്നേക്കാൾ മിടുക്കന്മാരെ വച്ചു പഴിക്കുന്ന സ്വഭാവം പെഡരായിഡുവിന് ഇല്ല. കാളിയുടെ ആയുസ് അടുത്ത ഡീലിംഗ് നടക്കുന്നതുവരെ മാത്രം. കാളിയെ പിന്നെ കാണാം. നീ പോയി കുളിക്ക്. കലിംഗറാവു മകനെ അകത്തേക്ക് പറഞ്ഞയച്ചു. ഗസ്റ്റ് ഹൗസിൻ്റെ ജനാലയിലൂടെ മണിക്കുട്ടനെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. റാവുവിൻ്റെ അരികിൽ ഏതോ പുതിയ ചെകുത്താൻ വന്നിട്ടുണ്ട്. വണ്ടി കണ്ടാലറിയാം മുന്തിയ പാട്ടിയ. കാളി ഒന്നു മൂളി. കട്ടിലിൽ ചിന്താധീനനായി കിടക്കുകയായിരുന്നു അവൻ. കലിംഗറാവു ഏൽപ്പിക്കാൻ പോകുന്ന ജോലി അറിയില്ല. തൻ്റെ കുടുംബം, അവരുടെ അവസ്ഥ. അവൻ ഫോണെടുത്ത് വാസുകിയുടെ നമ്പർ കുത്തി. 2 ദിവസമായിട്ട് അവളെക്കുറിച്ചും ഒന്നും അറിയില്ല. അവൾക്കും എന്തെങ്കിലും അപകടം. അപ്പുറത്ത് ബെൽ മുഴങ്ങി. പിന്നെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യപ്പെട്ടു. അങ്ങോട്ടെന്തെങ്കിലും സംസാരിക്കും മുൻപ് ഇത്രയും കേട്ടു. സമയം പോലെ ഞാൻ വിളിച്ചോളാം കാളി. നിന്റെ കുടുംബത്തിനും വിഷുജാലയ്ക്കുമൊന്നും കുഴപ്പമില്ല. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കാളിചരണന് ഇത്തിരി ആശ്വാസം തോന്നി. അവൻ മണിക്കുട്ടനോടും വിവരം പറഞ്ഞു. രാത്രി 9 മണി. കലിംഗറാവുവിൻ്റെ ഒരു പരിചാരകൻ കാളിയുടെ അടുത്തു വന്ന് അറിയിച്ചു. സാബു വിളിക്കുന്നു. കാളിചരണം മണിക്കുട്ടനും ചെല്ലുമ്പോൾ മുറ്റത്തെ പുൽത്തകടിയിൽ എടുത്തിട്ട കസേരകളിൽ കലിംഗറാവുവും പെഡരായിഡുവുമുണ്ട്. അവർക്ക് മുന്നിൽ കിടന്ന ടീപ്പോയിൽ വോഡ്കയുടെ നീലക്കുപ്പിയും ഗ്ലാസുകളും പൊടിച്ച ഐസും നെയ്യിൽ വറുത്ത ബദാം പരിപ്പും. കാളി, ഇത് എൻ്റെ മകൻ പെഡരായിഡു. കലിംഗറാവു പരിചയപ്പെടുത്തി. മണിക്കുട്ടന് ആ പേര് കേട്ടപ്പോൾ ചിരി വന്നു. എന്നിട്ടും അതടക്കി. പെഡരായിഡു കാളിയെ അടിമുടി നോക്കി. ആരെയും കൂസാത്ത ഭാവം. നീ ഇവിടെ ആരെയോ തല്ലിയെന്ന് കേട്ടു. പക്ഷെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞാൻ ആരാന്നറിയും കേട്ടോടാ. പെഡരായിഡു മുന്നറിയിപ്പ് നൽകി. കാളി അത് ശ്രദ്ധിച്ചതുകൂടിയില്ല. ആ പെരുമാറ്റം പെഡരായിഡുവിന് പിടിച്ചില്ല. ഡാ, നിന്നോടാ പറഞ്ഞത്, മനസ്സിലായോന്ന്? അവൻ ശബ്ദമുയർത്തി. ഇല്ല. കാളി തല കുടഞ്ഞു. നിങ്ങൾക്കെന്താ വേണ്ടത്? ഞാൻ പേടിക്കുന്നതായി അഭിനയിച്ചു കാണിക്കണോ? എങ്കിൽ അതിനും എന്നെ കിട്ടില്ല. പിന്നെ തല്ലിൻ്റെ കാര്യം, അത് സന്ദർഭത്തിനനുസരിച്ചായിരിക്കും. എന്താടാ പറഞ്ഞത്? കസേര പിന്നോട്ട് തള്ളി പെഡരായിഡു ചാടി എഴുന്നേറ്റു. അവൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. നമുക്കൊന്ന് തല്ലി നോക്കാം സാബ്. അത് ശ്രദ്ധിക്കാതെ കാളി കലിംഗറാവുവിനോട് പറഞ്ഞു. വെറുതെ കയറി മാന്താൻ വരരുതെന്ന് മോനെ പറഞ്ഞ് മനസ്സിലാക്ക.
അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോയിട്ട് സങ്കടപ്പെടേണ്ടി വരും. എങ്കിൽ അത് കാണട്ടെടാ. പെടരായിഡു മുന്നോട്ട് കുതിച്ചു. പക്ഷേ കലിംഗറാവു ഇടയ്ക്ക് കയറി. എടാ വേണ്ട, ഒരു വഴക്കുണ്ടാക്കാനല്ല ഇവനെ ഞാൻ വിളിപ്പിച്ചത്, നിന്നെ ഒന്ന് കാണിക്കാനാ. പെടരായിഡു പുലി മുരളും പോലെ ഒരു ശബ്ദമുണ്ടാക്കി. പൊയ്ക്കോ, നിന്നെ കണ്ടു, മനസ്സിലാക്കി. കാളിച്ചരൺ തിരിഞ്ഞു നടന്നു. കലിംഗറാവുവിൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. നാളെ രാത്രി നിനക്ക് നിന്റെ കുടുംബത്തെ കാണാം. അതിനുശേഷം പറഞ്ഞ ജോലി. പിറ്റേന്ന് വൈകിട്ട് 7 മണി. കലിംഗറാവുവിൻ്റെ ഭൃത്യൻ വന്ന് കാളിയെയും മണിക്കുട്ടനെയും വിളിച്ചു. അവർക്ക് നെഞ്ചിടിപ്പേറി. ഉറ്റവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇരുവരും ബംഗ്ലാവിന് മുൻപിലെത്തുമ്പോൾ ഒരു ജീപ്പും അസ്റ്റൺ മാർട്ടിൻ്റെ വാൻകൂഷും തയ്യാറായി കിടക്കുകയാണ്. കാറിൽ കലിംഗറാവുവും പെടരായിഡുവും കയറി. കണ്ണടയ്ക്ക്. കറുത്ത തുണിയുമായി എത്തിയ കുരങ്ങ് കൃഷ്ണ നിർദ്ദേശിച്ചു. കാളിയും മണിക്കുട്ടനും കണ്ണടച്ചു. കണ്ണുകൾക്ക് മുകളിൽ കറുത്ത തുണികൊണ്ട് മൂടിക്കെട്ടപ്പെട്ടു. ഒന്നുകിൽ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ തുണികൊണ്ട് മൂടിക്കെട്ടുക. ഏതെങ്കിലും ഒന്ന് പോരെ? മണിക്കുട്ടൻ ചോദിച്ചു. അതിന് ആരും ഉത്തരം പറഞ്ഞില്ല. അങ്ങോട്ട് കയറ്. ഇരുവരെയും അവർ ജീപ്പിൽ തള്ളിക്കയറ്റി. കാറും ജീപ്പും സ്റ്റാർട്ടായി. 15 മിനിറ്റോളം ഏതൊക്കെയോ റോഡുകളിലൂടെ ഓടിയെന്ന് മാത്രം അറിഞ്ഞു. അവസാനം നിന്നു. ഇറങ്ങ്. കാളിയെയും മണിക്കുട്ടനെയും അവർ പുറത്തിറക്കി. നടക്ക്. കുറച്ച് നടത്തിയിട്ട് കണ്ണുകളിലെ കെട്ടഴിച്ചു. ഇരുവരും കണ്ണുകൾ ചിമ്മിത്തുറന്ന് ചുറ്റും നോക്കി. മുന്നിൽ ഒരു വലിയ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള കെട്ടിടം. അതിനു മുന്നിൽ ലൈറ്റ് തെളിഞ്ഞിരുന്നു. വാതിൽക്കൽ 2 കാവൽക്കാർ. കെട്ടിടത്തിനു മുന്നിൽ കരിമ്പിൻ തോട്ടം. കലിംഗറാവുവും പെടരായിഡുവും വരാന്തയിലേക്ക് കയറി ഇരുവശത്തുമായി നിലയുറപ്പിച്ചു. കാളി അവിടേക്ക് കയറാൻ ഭാവിച്ചപ്പോൾ ഗുണ്ടകൾ തടഞ്ഞു. ഇവിടെ നിന്നാൽ മതി. കാവൽക്കാരിൽ ഒരാൾ വാതിലിൻ്റെ ഒടാമ്പൽ നീക്കി അത് തള്ളി തുറന്നു. ശേഷം അകത്തേക്ക് തലനീട്ടി വിളിച്ചു. ഇറങ്ങി വരിൻ. അകത്ത് നാഗരാജൻ്റെയും വനജയുടെയും അപൂർവയുടെയും വിശ്വജാലയുടെയും മുഖങ്ങൾ അവർ കണ്ടു. മോനെ. നാഗരാജനും വനജയും ഒന്നിച്ചു വിലപിച്ചു. 4 പേരും പുറത്തേക്ക് ഓടിയെത്തി. മതി, അവിടെ നിൽക്കുക. അവർക്കും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി കിട്ടിയില്ല. മുറ്റത്തും വരാന്തയിലും നിന്ന് അവർ പരസ്പരം നോക്കി. തൻ്റെ കുടുംബം വളരെ ക്ഷീണിതരാണെന്ന് കാളി അറിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിലാവാം, പക്ഷേ അവിടെ തന്നെ നിന്നുകൊണ്ടായിരിക്കണം. കലിംഗറാവുവിൻ്റെ നിർദ്ദേശം. വനജ വിങ്ങിപ്പൊട്ടി. പക്ഷെ ഇരുകൂട്ടരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറയാൻ? രക്ഷിക്കാൻ മകനോട് പറഞ്ഞാലും അതിനാവില്ലെന്ന് നാഗരാജൻ അറിയാം. വിശേഷങ്ങൾ തിരക്കാൻ നേരമില്ലെന്ന് കാളിക്കുമറിയാം. ഒന്നും പറയാനില്ലേ? പെടരായിഡുവിൻ്റെ ആർത്തിപൂണ്ട കണ്ണുകൾ വിശ്വജാലയിലും അപൂർവയിലും ഇഴഞ്ഞു. അവർ വെറുപ്പോടെ മുഖം തിരിച്ചു. വിഷമിക്കരുത്. എല്ലാവരോടുമായി അത്രമാത്രം പറഞ്ഞിട്ട് കാളിചരൺ തിരിഞ്ഞു ചെന്ന് ജീപ്പിൽ കയറി. മണിക്കുട്ടൻ അപൂർവയെ ഒന്ന് നോക്കി. പേടിക്കേണ്ടെന്ന് ഒരു ആംഗ്യവും കാട്ടി. ശേഷം അവനും ജീപ്പിലെത്തി. അവരുടെ കണ്ണുകൾക്ക് മീതെ വീണ്ടും കറുത്ത തുണി മൂടപ്പെട്ടു. അടുത്ത ദിവസം രാത്രി കലിംഗറാവുവിൻ്റെ പരിചാരകൻ കാക്കി പാൻസും ഷർട്ടുമായി എത്തി. ഇത് ധരിച്ചോണ്ടു വരാൻ പറഞ്ഞു സാബ്. എന്താ, ഞങ്ങളെ പോലീസിലെടുത്തോ? മണിക്കുട്ടൻ തിരക്കി. പരിചാരകൻ അവനെ തുറച്ചു നോക്കി. കാളിചരണും മണിക്കുട്ടനും കാക്കി ധരിച്ചു. പിന്നെ കലിംഗറാവുവിൻ്റെ ബംഗ്ലാവിന് മുന്നിലേക്ക് നടന്നു. എന്താണ് ജോലി? ഉത്തരമില്ല. അധ്യായം 24. കലിംഗറാവുവിൻ്റെ ബംഗ്ലാവ്. പുറത്ത് 2 ജീപ്പുകളിലായി കുരങ്ങ് കൃഷ്ണയും സംഘവും കാത്തുകിടപ്പുണ്ടായിരുന്നു. അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് കലിംഗറാവുവും കാളിചരണും മണിക്കുട്ടനും അവിടെയെത്തി. റാവു ഇരുവരെയും മാറി മാറി നോക്കി. നിങ്ങളുടെ ജോലി ആരംഭിക്കുകയാണ്. ഈ രാത്രി അവസാനിക്കും മുൻപ്. ഇപ്പോഴും ജോലി എന്തെന്ന് പറഞ്ഞില്ല. കാളിചരൺ നീരസപ്പെട്ടു. ഒരു സാധനം കേരളത്തിലെത്തിക്കുക. എവിടെയെന്ന് പിന്നീട് ഞാൻ അറിയിക്കും. അയാൾ ഒരു സെൽഫോൺ നീട്ടി. കാളി അത് വാങ്ങി. പിന്നെ എന്തോ ചിന്തിച്ചിട്ട് തിരക്കി. ഞങ്ങൾ 2 പേരും ഈ ജോലിയിൽ പങ്കെടുക്കണമെന്നുണ്ടോ? കലിംഗറാവുവിൻ്റെ കണ്ണുകളിടുങ്ങി. അതാ നല്ലത്. എങ്കിൽ എൻ്റെ ജീപ്പ് കൂടി കൊണ്ടുപോകാമല്ലോ. അതു വേണ്ട. റാവു ചിരിച്ചു. അവസാന യാത്രയ്ക്ക് നിങ്ങളെ തീർച്ചയായും ഈ ജീപ്പിൽ തന്നെ അയക്കും ഞാൻ. കടുപ്പിച്ചാണ് അയാൾ പറഞ്ഞത്. ആ വാചകത്തിൽ മറഞ്ഞു കിടന്നിരുന്ന ഗൂഢാർത്ഥം കാളിക്ക് മനസ്സിലായി. ഈ ജോലി കഴിയുമ്പോൾ ഇയാൾ തങ്ങളെ കൊല്ലും. എന്നാൽ അവനത് വ്യക്തമായതായി ഭാവിച്ചില്ല. ജീപ്പിൽ കയറിക്കോ. കാളിചരണും മണിക്കുട്ടനും ഗുണ്ടകൾക്കൊപ്പം ഒരു ജീപ്പിൽ കയറി. അങ്ങോട്ട് നീങ്ങിയിരിക്കടാ. മണിക്കുട്ടൻ ഒരുത്തിനെ തള്ളി നീക്കി. പതിവിനു വിരുദ്ധമായി അടുത്ത ജീപ്പിൽ കലിംഗറാവുവും കയറി. 2 വാഹനങ്ങളും ഗേറ്റ് കടന്നു. ഞങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടുന്നില്ലേ ഗുണ്ടച്ചേട്ടന്മാരെ? മണിക്കുട്ടൻ മറ്റുള്ളവരെ പരിഹസിച്ചു. അതാണല്ലോ നിങ്ങളുടെ സ്റ്റൈൽ. അവരാരും അതിന് മറുപടി പറഞ്ഞില്ല. ചാമ്പ്യൻ റീഫ് ഗോൾഡ് മൈൻ. ജീപ്പുകൾ അതിൻ്റെ ഗേറ്റ് കടന്നു.
പെട്ടെന്ന് കാളി ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത്രയും നാൾ ഗേറ്റിന് മുകളിലുണ്ടായിരുന്ന കമാനം കാണാനില്ല. അത് എടുത്തു മാറ്റിയിരിക്കുന്നു. ജീപ്പുകൾ 1/2 കിലോമീറ്ററോളം ഓടി. സയനൈഡ് ഹിൽ ഇരുൾ മൂടി തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്നത് കണ്ടു. ജീപ്പുകൾ നിന്നു. മങ്ങിയ വെളിച്ചത്തിൽ കാളിച്ചരണിൻ്റെ നെറ്റി ചുളിഞ്ഞു. അവന് പിടികിട്ടാത്ത ചില കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. 50ഓളം വരുന്ന പണിക്കാർ, ക്രെയിനുകൾ, വാഹനങ്ങളിൽ പിടിപ്പിച്ച മെറ്റൽ കട്ടറുകൾ, സമീപത്തു തന്നെ 36 ടയറുകളുള്ള കൂറ്റൻ ട്രെയിലർ. തറയിൽ നിന്ന് 7 അടി ഉയരത്തിലായി വലിയ ഇരുമ്പ് പൈപ്പുകൾ ഇരുമ്പ് തൂണുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. 3 കിലോമീറ്ററോളം നീളമുണ്ട് അവയ്ക്ക്. സ്വർണ്ണപ്പാറകൾ ഗ്രൈൻഡറിൽ അരച്ച് പൾപ്പ് രൂപത്തിലാക്കി സൈനൈഡൈസേഷന് കൊണ്ടുവരുന്നത് ഈ പൈപ്പിലൂടെയാണ്. മണിക്കുട്ടൻ കാളിയെ തോണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. ഇരുമ്പ് പൈപ്പ് ചങ്ങല കൊണ്ട് ക്രെയിനിൽ ബന്ധിച്ച ശേഷം ഏതാനും മീറ്ററോളം നീളത്തിൽ ഇരുവശവും മെറ്റൽ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നു. ശബ്ദമുണ്ടാകാതിരിക്കാൻ ഫയർ വാഗണുകളിൽ നിന്ന് കുറഞ്ഞ അളവിൽ വെള്ളം പമ്പ് ചെയ്യുന്നു. പണിക്കാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് പെടരായിഡുവാണ് മുന്നിൽ. കലിംഗറാവു അവൻ്റെ അടുത്തേക്ക് പോയി. മണിക്കുട്ട, നമ്മൾ കരുതുന്നത് പോലെയുള്ള ഒരു പദ്ധതിയല്ല ഇവരുടേത്. കാളി മന്ത്രിച്ചു. മണിക്കുട്ടനെ നേരിയ വിറയിൽ ബാധിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ കണ്ടു, പൈപ്പിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിരിക്കുന്നു. ചങ്ങലയിൽ തൂക്കിയ നിലയിൽ അതുമായി ക്രെയിൻ തിരിഞ്ഞു. തുടർന്ന് പൈപ്പ് ട്രെയിലറിൽ കൊണ്ടുവച്ചു. കലിംഗറാവുവും പെടരായിഡുവും അടുത്തുവന്ന് പൈപ്പിനുള്ളിലേക്ക് ടോർച്ച് തെളിച്ചു. അകത്ത് മഞ്ഞ ലോഹത്തിൻ്റെ തിളക്കം. 2 അടി ഉൾവ്യാസമുള്ള പൈപ്പാണെങ്കിലും ഇപ്പോൾ 1/2 അടിയിൽ കൂടുതലില്ല. ബാക്കി ഭാഗത്ത് മഞ്ഞ ലോഹം കുഴഞ്ഞുപറ്റി ഉറച്ചതുപോലെ. എന്താ കാളി ഇത്? മണിക്കുട്ടൻ ശബ്ദം താഴ്ത്തി. കാളിക്ക് കാര്യം മനസ്സിലായിരുന്നു. സ്വർണം, അവൻ പറഞ്ഞു. സ്വർണ്ണപ്പാറകൾ അരച്ചൊഴുക്കിയതിൻ്റെ ഫലമായി വർഷങ്ങളായി ഇതിൽ പറ്റിപ്പിടിച്ചതാ. മണിക്കുട്ടൻ കണ്ണു തള്ളി. കോടികൾ വില വരുന്നത് അല്ലേ? പിന്നെ ശതകോടികൾ. 100 കണക്കിന് കോടികളോ? അതേടാ, ഞാൻ വെറുതെ ഒരു കണക്ക് പറഞ്ഞെന്നേയുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. അവൻ ചിരിച്ചു. അപ്പോൾ പെടരായിഡുവിൻ്റെ ശബ്ദമുയർന്നു. പെയിൻ്റ് എവിടെ? ഇവിടെയുണ്ട് സാബ്. ഇരുളിൽ നിന്ന് ചിലർ കറുത്ത പെയിന്റ് നിറച്ച ബക്കറ്റുകളും ബ്രഷുകളുമായി എത്തി. വേഗം പണി തുടങ്ങിക്കോ. പെടരായിഡുവിൻ്റെ കൽപ്പന. മുറിച്ചെടുത്ത ഭാഗത്തും കൈയെത്തുന്നത്ര അകത്തേക്കും നല്ലവണ്ണം പെയിന്റ് പറ്റിയിരിക്കണം. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വെറും പൈപ്പുകളാണെന്നേ തോന്നാവൂ. ശരി സാബ്. 10 പേർ ഒരേ നേരം അതിൽ പെയിന്റ് ചെയ്തു തുടങ്ങി. ഇപ്പോൾ കണ്ടാൽ പുതിയ പൈപ്പാണെന്നേ തോന്നൂ. അപ്പോഴേക്കും അടുത്ത പൈപ്പ് മുറിച്ചുകൊണ്ടുവന്നു. അങ്ങനെ മുറിച്ചുകൊണ്ടുവയ്ക്കലും പെയിൻറ്റിങ്ങും തുടർന്നുകൊണ്ടിരുന്നു. ഏറ്റവും അടിയിൽ 4 പൈപ്പ്, അതിനു മുകളിൽ 3, പിന്നെ 2, മുകളിൽ 1 അങ്ങനെയാണ് അടുക്കിയത്. മൊത്തം 10 പൈപ്പുകൾ. പണിക്കാർ ക്രെയിനുകളുടെ സഹായത്തോടെ വലിയ ചങ്ങലകളും വടങ്ങളും ഉപയോഗിച്ച് പൈപ്പുകൾ ട്രെയിലറിൽ കെട്ടിമുറുക്കി. പിന്നെ മെറ്റൽ കട്ടർ പിടിപ്പിച്ച വാഹനങ്ങളും ഫയർ വാഗണുകളും ക്രെയിനുകളുമെല്ലാം പോയി. പണിക്കാരും. ഖനിയുടെ കനത്ത മതിൽക്കെട്ടിനുള്ളിൽ നടന്ന ഈ കൊള്ള പുറം ലോകത്ത് ആരും അറിഞ്ഞില്ല. സ്തബ്ധരായി നിൽക്കുന്ന കാളിച്ചരണിൻ്റെയും മണിക്കുട്ടൻ്റെയും അടുത്തേക്ക് കലിംഗറാവുവും പെടരായിഡുവും എത്തി. അറിയാമല്ലോ, ഈ പൈപ്പുകളുടെ ഭാരം. 5 കിലോമീറ്ററിലധികം വേഗതയിൽ ട്രെയിലർ ഓടിക്കാൻ കഴിയില്ല. പെടരായിഡു തുടർന്നു. ആളുകൾ അധികം ശ്രദ്ധിക്കുന്ന ഭാഗത്തൊന്നും നിങ്ങളിത് പാർക്ക് ചെയ്യരുത്. പറ്റുമെങ്കിൽ എങ്ങും നിർത്താതെ 2 ആളും മാറി മാറി ഓടിക്കുന്നതാവും നല്ലത്. ഡീസൽ അടിക്കേണ്ട പമ്പുകളുടെ പേരും സ്ഥലവും ഞങ്ങൾ തരും. അവിടെ മാത്രമേ കയറാവൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? മണിക്കുട്ടനാണ് ചോദിച്ചത്. പെടരായിഡു ഒരു കൈകൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ചു പൊക്കി. താനൊരു കൊളുത്തിൽ കുരുങ്ങി ഉയരുന്നതുപോലെ തോന്നി മണിക്കുട്ടന്. കൈകാലുകൾ കൊണ്ട് അവൻ അന്തരീക്ഷത്തിൽ ചുരം മാന്തി. അവനെ വിട്. കാളി മുരണ്ടു. കനത്ത മൂളലോടെ പെടരായിഡു കൈ അയച്ചു. മണിക്കുട്ടൻ താഴെ വീണു. പിന്നെ പേടിയോടെ എഴുന്നേറ്റ് നോക്കിക്കൊണ്ട് കഴുത്ത് തടവി. പെടരായിഡു പിന്നെയും പറഞ്ഞു, റിസ്ക്കുള്ള പണിയാണെന്ന് അറിയാമല്ലോ. പിടി വീണാൽ 2ഉം പിന്നെ പുറംലോകം കാണില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാ. ഞങ്ങളാരും വിചാരിച്ചാൽ നിങ്ങളെ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കലിംഗറാവു ബാക്കി സംസാരിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ തന്ന ഫോണോ വണ്ടിയോ ഒന്നുമായും ഞങ്ങളെ ബന്ധിപ്പിക്കാൻ കഴിയില്ല. BEML ഉണ്ടാക്കുന്ന ട്രെയിൻ പാളങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിലറാ ഇത്. അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തത്. പിടിക്കപ്പെട്ടാൽ ആ കുറ്റവും നിങ്ങളുടെ തലയിലാകും. ഇനി ജീവിക്കണമെങ്കിൽ നിങ്ങളെ വാഹനം സുരക്ഷിതമായി വാളയാർ ചെക്ക് പോസ്റ്റ് കടത്തിയേ പറ്റൂ. അതുകൊണ്ട് ബി കെയർഫുൾ. കാളിച്ചരൺ അസ്വസ്ഥനായി. അവിടെ എത്തിച്ചിട്ട് അത് ഞങ്ങൾ ഫോണിലൂടെ പറഞ്ഞു തരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
വാളയാർ ചെക്ക് പോസ്റ്റ് കഴിയുന്നതുവരെ നിങ്ങൾ ഞങ്ങളെ വിളിക്കാനേ പാടില്ല. കാരണം പൈപ്പുകൾ മോഷണം പോയതറിയുമ്പോൾ ടവറുകൾ കേന്ദ്രീകരിച്ച് ഫോൺ സന്ദേശങ്ങളായിരിക്കും ആദ്യം വാച്ച് ചെയ്യപ്പെടുക. അപ്പോൾ പെഡരായിഡു ഇടയ്ക്ക് കയറി പറഞ്ഞു, പിന്നെ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, കുടുംബം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ പിന്നെ അവരെ മറന്നേക്കുക. പെഡരായിഡു തിരിഞ്ഞു. അപ്പോൾ കലിംഗറാവു ഒരു കവർ അവരെ ഏൽപ്പിച്ചു. വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായാൽ കാണിക്കേണ്ട പേപ്പറുകളാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പൈപ്പുകളെന്നാണ് ഇതിൽ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. മരിച്ചുപോയ രുദ്രേഷ് ഗൗഡയുടെ പേരിലുള്ളതാണ് ഇറക്കുമതിക്കുള്ള ലൈസൻസ്. അവിടെയും കലിംഗറാവുവിലേക്ക് വിരൽ ചൂണ്ടാനുള്ള തെളിവുകൾ ഇല്ലല്ലോ എന്ന് കാളിയോർത്തു. 2000 ഒരു കെട്ട് നോട്ടുകൾ കലിംഗറാവു അവന് നൽകി. ഇത് വഴിച്ചെലവിന്. അടുത്തതായി മറ്റൊരു പേപ്പർ കൊടുത്തു. ഡീസൽ അടിക്കാനുള്ള പമ്പുകളുടെ ലിസ്റ്റ്. ഒരിടത്തും നിങ്ങൾ പണം കൊടുക്കണ്ട. പിന്നെയൊരു സന്തോഷ വാർത്ത, ജോലി പൂർത്തിയാക്കി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതിലും കൂടുതൽ പ്രതിഫലം തരും. 2 കോടി രൂപ. 2 പേർക്കും ഓരോ കോടി വീതം. സന്തോഷമായില്ലേ? സന്തോഷം. മണിക്കുട്ടൻ പിറുപിറുത്തു. ജീവിച്ചിരുന്നാലല്ലേ പണം കൊണ്ട് പ്രയോജനമുണ്ടാകൂ. എന്താ പറഞ്ഞത്? കലിംഗറാവു അവനെ നോക്കി. അല്ല, സന്തോഷമായെന്ന് പറയുകയായിരുന്നു. മിടുക്കൻ. റാവു അവൻ്റെ തോളിൽ തട്ടി. അപ്പോൾ ശുഭയാത്ര. കാളി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മനസ്സിൽ തൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖമായിരുന്നു. ഇരുവരും ട്രെയിലറിൽ കയറി. കാളിച്ചരൺ അത് സ്റ്റാർട്ട് ചെയ്തു. അവന് ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് പരിചയമുണ്ടായിരുന്നു. കനത്ത ഭാരവും വലിച്ചുകൊണ്ട് ട്രെയിലർ ഒന്ന് കുലുങ്ങി. പിന്നെ അത് മുന്നോട്ട് നീങ്ങി. ചാമ്പ്യൻ റീഫ് ഗോൾഡ് മൈനിൻ്റെ ഗേറ്റ് കടന്ന റോഡിലേക്ക്. ഗേറ്റിലെ കമാനം മാറ്റിയതിൻ്റെ കാരണം ഇപ്പോൾ കാളിക്ക് മനസ്സിലായി. ഈ ട്രെയിലർ പോകാൻ. പുലർച്ചെ 3 മണിയായിരുന്നു അപ്പോൾ. മണിക്കുട്ടൻ എന്തോ ചോദിക്കാൻ ഭാവിച്ചു. കാളി മിണ്ടരുതെന്ന് അവനോട് ആംഗ്യം കാണിച്ചു. ശേഷം ക്യാബിനിലെ ലൈറ്റ് തെളിയിച്ചിട്ട് പോക്കറ്റിൽ നിന്നൊരു പേപ്പറും പേനയും എടുത്തു. മെല്ലെ ഓടുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിന് മധ്യത്തിൽ വെച്ച് ഇങ്ങനെ എഴുതി: ആവശ്യമില്ലാത്ത കാര്യം മിണ്ടരുത്. ക്യാബിൻ മുഴുവൻ പരിശോധിക്കുക. നമ്മുടെ സംഭാഷണം അവർക്ക് കേൾക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാവാം. മണിക്കുട്ടൻ പേപ്പർ വാങ്ങി വായിച്ചിട്ട് തിരച്ചിൽ തുടങ്ങി. ഏറെ നേരത്തിനു ശേഷം അത് കണ്ടെത്തി. തലയ്ക്ക് മുകളിൽ 1 ഇഞ്ച് നീളമുള്ള ഒരു സാധനം. അതിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത ബട്ടൺസ് വലിപ്പത്തിലുള്ള ഒരു ട്രാൻസ്മിറ്റർ. GPS ടോക്കിംഗ് ഡിവൈസ്. 1 ഇഞ്ച് വലിപ്പമുള്ളത് അതിൻ്റെ ബാറ്ററിയാണെന്ന് മനസ്സിലായി. റാവു സാബ് പറഞ്ഞത്രയും പണം കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും കാളി? മണിക്കുട്ടൻ ചോദിച്ചു. സുഖമായി ജീവിക്കും ഇനിയുള്ള കാലം. അല്ല പിന്നെ. അവൻ കണ്ണിറുക്കി. അപൂർവയെ കല്യാണം കഴിപ്പിച്ചയക്കണം. നമ്മുടെ കുടുംബത്തെ റാവു സാബ് ഉപദ്രവിക്കില്ലായിരിക്കും അല്ലേ? ഇല്ലെന്നേ. അദ്ദേഹത്തിന് ഈ ജോലി നടന്നു കിട്ടണം, അത്രയുള്ളൂ. പിന്നെയും അവർ കലിംഗറാവുവിനും മകനും സംശയം തോന്നാത്ത വിധത്തിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. ട്രെയിലർ വളരെ സാവധാനം നീങ്ങുന്നതിനാൽ പിന്നാലെ വന്ന വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. 8 മണിക്ക് അവർ കുപ്പത്തെത്തി. 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 മണിക്കൂർ. ചെറിയൊരു കടയ്ക്കരികിൽ ട്രെയിലർ ഇടത്തേക്ക് ചേർത്ത് നിർത്തി. അവരിറങ്ങി ചായ കുടിച്ചു. വീണ്ടും വണ്ടിയിൽ കയറും മുൻപ് മണിക്കുട്ടൻ തിരക്കി: അങ്ങനെയൊരു സാധനം വണ്ടിയിൽ വയ്ക്കുമെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? വെറും മൂഹം. കാളി മേശത്തുമ്പുകൾ ഒന്ന് പിരിച്ചു. ഇത്രയും കോടി രൂപയുടെ സാധനം യാതൊരു ഉറപ്പുമില്ലാതെ അവർ നമ്മുടെ കയ്യിൽ തന്നുവിടില്ലല്ലോ. നമ്മൾ പരസ്പരം പറയുന്നത് പോലും അവർക്കറിയണം. നമ്മൾ ചതിക്കുമോ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. അതിനവർ ശ്രമിക്കാതിരിക്കില്ലല്ലോ. പ്രത്യേകിച്ചും പെഡരായിഡുവിനെ പോലെ ഒരു മകൻ അയാൾക്കുള്ളപ്പോൾ. റോഡിൽ തിരക്ക് കൂടുകയാണ്. മണിക്കുട്ടൻ ഒരു മരത്തിന് പിന്നിൽ പോയി മൂത്രമൊഴിച്ചിട്ട് മടങ്ങി വന്നു. പിന്നെ തങ്ങൾ വന്ന വഴിയിലേക്ക് നോക്കി. അവരുടെ ആളുകൾ നമ്മുടെ പിന്നാലെ ഉണ്ടാവില്ലേ? കാളി ഒരു സിഗരറ്റ് കത്തിച്ചു. ഉണ്ടാവും. പക്ഷേ ഇത്രയും വേഗത കുറിച്ച് അവർ സഞ്ചരിച്ചാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ട് ടൗണുകളോ പെട്രോൾ പമ്പുകളോ കേന്ദ്രീകരിച്ചാവും അവരുടെ ആളുകൾ ഉണ്ടാവുക. അപ്പോൾ വണ്ടിയിലിരുന്ന് ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ലേ? തൽക്കാലം വേണ്ട. ഫോണുകൾ പോലും വൈബ്രേറ്റ് മോഡലിലായിരിക്കണം. എല്ലാ പഴുതുകളും അടച്ചുള്ള ഏതോ യുദ്ധത്തിന് കാളിച്ചരൺ ഒരുങ്ങുകയാണെന്ന് മണിക്കുട്ടന് ഉറപ്പായി. മുന്നിലെ റോഡിലൂടെ പാഞ്ഞുപോയ ഒരു കാറിലിരുന്ന് തങ്ങളെ ആരോ തുറച്ചു നോക്കിയതുപോലെ ഒരു തോന്നൽ കാളിക്കുണ്ടായി. കാർ മറയുന്നതുവരെ അവൻ നോക്കി നിന്നു. പിന്നെ ഓർമ്മപ്പെടുത്തി: ഇന്ന് സന്ധ്യ വരെ ടോക്കിംഗ് ഡിവൈസിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ വൈകിട്ട് നമ്മളത് കേടാക്കും. പിന്നെ കാളി അല്പനേരം ചിന്തിച്ചു നിന്നിട്ട് വാസുകിയെ വിളിച്ചു. അവളെ കിട്ടി. എനിക്ക് നിന്റെ സഹായം കിട്ടേണ്ട സമയമായിടി പാമ്പേ. അറിയാം. നീ എവിടെയെത്തി? അവളുടെ ശബ്ദം. കുപ്പം. നിങ്ങളുടെ ട്രെയിലർ പതുക്കിയല്ലേ പോകൂ. ഇടയ്ക്ക് വെച്ച് ഞാൻ ജോയിൻ ചെയ്യും. എപ്പോൾ?
കാളിക്ക് ആവേശമായി. അത് പറയാൻ പറ്റില്ല. എങ്കിലും ഇന്ന് കാണാം. അവൾ ഫോൺ കട്ട് ചെയ്തു. തങ്ങളുടെ യാത്ര വരെ വാസുകി അറിഞ്ഞിരിക്കുന്നു. കാളിക്ക് അത്ഭുതം തോന്നി. വാസ്തവത്തിൽ ആരാണ് വാസുകി? ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി അവൾ അവശേഷിക്കുന്നു. വീണ്ടും യാത്ര. 1 മണിയായപ്പോൾ അവർ കൃഷ്ണഗിരിയിൽ എത്താറായി. 6 വരി ഹൈവേയിലേക്ക് ട്രെയിലർ കടന്നു. പിന്നെ ഇടതുവശത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് നീക്കി നിർത്തി. കാളി എഞ്ചിൻ ഓഫ് ചെയ്തു. മണിക്കുട്ടനെ നോക്കി കാളി കണ്ണിറുക്കി. എനിക്ക് ഉറക്കം വരുന്നു. നിനക്ക് ഓടിക്കാമോ? നല്ല കാര്യമായി. ഉറങ്ങണമെന്ന് ഞാനും പറയാൻ ഭാവിക്കുകയായിരുന്നു. എങ്കിൽ കുറച്ചുറങ്ങാം. ഇനി യാത്ര രാത്രിയിൽ മതി. അല്ലെങ്കിലും രാത്രിയിൽ പോകുന്നതാ നല്ലത്. റോഡിൽ തിരക്ക് കുറവായിരിക്കും. ഹൈവേയിലൂടെ റോക്കറ്റ് വേഗത്തിൽ പായുകയാണ് വാഹനങ്ങൾ. കാളി പല കണക്കുകളും കൂട്ടി. ഇനിയാണ് യഥാർത്ഥ കളി. അതിൻ്റെ കൃത്യമായ പദ്ധതി അവൻ തയ്യാറാക്കിയിരുന്നു. ആ നേരത്ത് അവരുടെ സംഭാഷണം മുഴുവൻ സെൽഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെടരായിഡു. അയാൾ അണപ്പല്ല് ഞെരിച്ചു. നായിൻ്റെ മക്കൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഉറങ്ങാൻ പോകുന്നപ്പ ഇനി രാത്രിയിലെ യാത്രയുള്ളെന്ന്. സാരമില്ല. കലിംഗറാവു തലയാട്ടി. കൃഷ്ണഗിരിയിലുള്ള നമ്മുടെ ആളുകളെ വിവരം അറിയിച്ചാര്. പെടരായിഡു അപ്രകാരം ചെയ്തു. കൃഷ്ണഗിരിയിൽ നിന്ന് ചിലർ ആ വഴി വന്ന് ട്രെയിലർ അവിടെ കിടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തി. 1 മണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്ന് ഒരു വാഹനം ബ്രേക്കിടുന്ന ഒച്ച കേട്ട് കാളിച്ചരൺ മയക്കത്തിൽ നിന്നുണർന്നു. ഒരു പോലീസ് ജീപ്പ്. അത് വെട്ടിത്തിരിഞ്ഞ് ട്രെയിലറിന് തൊട്ടു മുന്നിൽ ബ്രേക്കിട്ടു. കാളിച്ചരണിൻ്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. അടുത്ത ഭാഗം നാളെ.